വീണ്ടും ഒരു മാസത്തിന് ശേഷം നമുക്ക് കൂടി വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും നിങ്ങൾ ദൈവവചനത്തിൽ നിന്നൊക്കെയും ശ്രവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചിട്ടുണ്ട്. ബലപ്പെടുത്തിയത് ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. സാക്ഷ്യങ്ങളെ ദൈവം നൽകി തന്നതിന്, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിന്, രോഗങ്ങളെ സൗഖ്യമാക്കിയതിന്, നമ്മുടെ ഭവനത്തെ സൂക്ഷിച്ചതിന് ഒക്കെയായിട്ട് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് രാവിലെ കാലം വീണ്ടും നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തില് ചില ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അവിടെ നമ്മൾ കണ്ടു ധാരാളം പേർ നമ്മുടെ പിതാക്കന്മാർ എങ്ങനെയാണ് അവർ ജീവിതത്തിൽ വിശ്വാസത്തോടെ മുന്നേറിയത് എന്ന്. ഇന്ന് 18-ാമത്തെ വിശ്വാസ വീരനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 17 വിശ്വാസ വീരന്മാരും അത് ഭക്തന്മാരും ഭക്തമതികളുമായ എല്ലാവരെയും കൂടെ ചേർത്ത് 18 നമ്മൾ ഓൾറെഡി 17 പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 18-ാമത്തേതാണ് നമ്മൾ കാണുന്നത്. അതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 32-ാം വാക്യം. ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, ഇബ്താഹ്, ദാവീദ് എന്നവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ എന്ന് പറയുന്ന കൂട്ടത്തിലുള്ള അടുത്തൊരാളിനെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, ദാവീദ്. സത്യത്തിൽ ഒട്ടും പറഞ്ഞാലും സമയം തികയാത്ത ഒരാളാണ് ദാവീദ്. ഇബ്താഹിനെ കുറിച്ചും ശിംശോനെ കുറിച്ചും ഗിദെയോൻ, ബാരാക്കിനെ കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ ഓർത്തു വളരെ കുറച്ച് ഭാഗത്തെ തിരുവചനത്തിൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെങ്കിൽ അവിടെ നിന്നാണെങ്കിലും നമുക്ക് വിവരിച്ചു തീരാൻ കഴിയാത്തതുപോലെ സമയം പോരാതെ കൊണ്ട് അവരെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 66 പുസ്തകങ്ങളിൽ ഉടനീളം കിടക്കുന്ന ഒരു കഥാപാത്രമായി ദാവീദ്. ഈ ദാവീദിനെ കുറിച്ച് എവിടെയും എന്നും ഒരിക്കലും നമ്മുടെ ആയുസ് കൊണ്ട് പറഞ്ഞു തീർന്നാലും സമയം തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇന്ന് നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. എന്താ ഇന്ന് ദാവീദിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്? അപ്പോൾ ദാവീദിനെ ശമൂവേലിനോട് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. ദാവീദ് അതിന്റെ ഇംഗ്ലീഷിൽ വായിച്ചാൽ ശമൂവേൽ ദാവീദിനെ അവരെ പ്രവാചക ഗണത്തിലാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ദാവീദ് ഒരിക്കലും ഒരു പ്രവാചകനായിട്ടോ ഒരു പ്രവാചക പുസ്തകം എഴുതിയതായിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല. എങ്കിൽ പോലും ദാവീദ് പ്രവാചകനായിട്ട് തിരുവചനം നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. സങ്കീർത്തന പുസ്തകങ്ങളിൽ ദാവീദിന്റെ പ്രവചനങ്ങളുണ്ട്. ദാവീദിനെ കുറിച്ച് 1 സാമുവേൽ 16-18 ഒരുപാട് വാക്യങ്ങളുണ്ട്. ഏത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എങ്കിലും ദാവീദിന്റെ ക്യാരക്ടർ ഒന്ന് പഠിക്കാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് ചിലത് ഒപ്പിയെടുക്കേണ്ടതിനായിട്ട് സഹായിക്കുന്ന ചില ഭാഗങ്ങൾ മാത്രം ഇന്ന് നമുക്ക് ധ്യാനിക്കാനായിട്ട് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. 1 സാമുവേൽ 16-18 ദാവീദിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ബാല്യക്കാരിൽ ഒരുത്തൻ, ബേത്ലഹേമ്യനായ ഇശായിയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാകുന്നു. യഹോവയും അവനോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ശൗലിന്റെ ദാസൻ ചെന്നിട്ട് പറയുകയാണ്, ഇത് ആരാണ് ആള് എന്ന് പറഞ്ഞപ്പോൾ ദാവീദിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ദാവീദ് ഇസ്രയേലിന്റെ 2ാമത്തെ രാജാവ്. ആദ്യത്തെ രാജാവ് ശൗല്, രണ്ടാമത് ശൗലിനെ തള്ളിക്കളഞ്ഞിട്ട് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായ ദാവീദിനെ സിംഹാസനത്തിൽ ഇരുത്തി അത് ദൈവഹിതം ചെയ്യുവാൻ ഇടയായ ഒരു രാജാവാണ് ദാവീദ് രാജാവ് എന്ന് പറഞ്ഞാൽ. ശമൂവേൽ പ്രവാചകനാല് അഭിഷേകം ചെയ്യപ്പെട്ടവൻ. അപ്പൊ ദാവീദിനെ കുറിച്ച് ഇവിടെ വായിക്കുന്നത്, ഒന്ന് ബേത്ലഹേമ്യൻ, നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ബേത്ലഹേമിൽ ജനിച്ചവൻ, ഇശായിയുടെ മകനായിട്ട് ജനിച്ചവന്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ദാവീദ് അവനൊരു യോദ്ധാവായിരുന്നു, അവൻ ടാലന്റഡ് ആയിരുന്നു, അവൻ വളരെ നിപുണനായിരുന്നു. ഇതിന്റെ കിന്നര വായനയിൽ നിപുണനായിരുന്നു. തന്നെയല്ല, സംസാരിക്കാനോ വളരെ വാക്ചാതുര്യമുള്ളവനായിരുന്നു, അവൻ കോമളനായിരുന്നു, അവൻ ഹാൻസം ആയിരുന്നു എന്നെല്ലാം നമ്മൾ കാണാൻ സാധിക്കുന്നു ഇന്നിപ്പോ ഈ വായിച്ച വാക്യത്തിനകത്ത്. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് കിന്നര വായനയിൽ നിപുണനാണ്, ടാലന്റഡ് ആണ്, കോമളനാണ്, സംസാരിക്കാൻ അറിയാം, യോദ്ധാവാണ്, പരാക്രമശാലി, ധൈര്യമുള്ളവനാണ്. ഇതൊക്കെ നമുക്ക് ലോകത്തിന്റെ മക്കളിലോട്ട് നോക്കിയാൽ ഇതെല്ലാം കാണാം. ഇതിനെ ഏറ്റവും മികച്ച നിലയിൽ അവരുടെയൊക്കെ ജീവിതത്തിൽ കാണാം. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിൽ ഇതൊക്കെ തിളങ്ങി വിളങ്ങി അത് ഏറെ
പ്രശസ്തമായിട്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് തീരാനുള്ള ഏക കാരണം അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നു, യഹോവ അവനോട് കൂടെയുണ്ട്. യഹോവ അവനോട് കൂടെ ഉണ്ടെങ്കിൽ അവന്റെ കിന്നര വായനയിലെ നൈപുണ്യത്തിന് അവിടെ അഭിഷേകമുണ്ട്. യഹോവ അവനോട് കൂടെ ഉണ്ടെങ്കിൽ അവൻ പരാക്രമശാലിയാണ് എന്നുള്ളത് ദൈവഹിതം ചെയ്യാൻ അവനെ സഹായിക്കും. അവൻ യോദ്ധാവായിരിക്കുന്ന ആ സ്ഥാനം യഹോവ അവനോട് കൂടെ ഉണ്ടെങ്കിൽ അവൻ യഹോവയ്ക്ക് വേണ്ടിയിട്ടൊരു പടയാളിയായിട്ട് തീരും. അവൻ ആയതുകൊണ്ട് അവൻ നാവ് വളയ്ക്കുമ്പോൾ അത് യഹോവയുടെ അരുളപ്പാടുകൾ അവന്റെ നാവിന്മേലുണ്ടാകും. അവന് കോമളത്വമുണ്ട്. അവന്റെ എക്സ്റ്റേണൽ ബ്യൂട്ടി പോലും അതേ ദൈവത്തിന്റെ ഗ്ലോറി അവിടെ തെളിഞ്ഞു വന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഗുണഗണങ്ങളെല്ലാം ഇവിടെ അങ്ങനെ ബുള്ളറ്റ് പോയിന്റ്സിൽ 1 സാമുവേൽ 16:18 എഴുതിയിരിക്കുക. ഇതിനെയെല്ലാം പിന്നെ ദാവീദിന്റെ ഗുണങ്ങളുടെ ഗണങ്ങളായിട്ട് വരാനുള്ള കാരണം തിരുവചനത്തിനകത്ത് മാറിപ്പോകാത്ത ദൈവവചനത്തിനകത്ത് ജീവിപ്പിക്കുന്ന വചനത്തിനകത്ത് ഇത് കോറിയിടാനുള്ള ഒരൊറ്റ കാരണം യഹോവയോട് കൂടെയുണ്ട്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഗുണങ്ങളെല്ലാം ഉള്ള എത്രയോ പേര് ലോകത്തിൽ ജീവിക്കുന്നു. എത്രയോ പേര് ജീവിച്ച് മരിച്ചിട്ടുണ്ട്. അവരുടെ ഒന്നും പേരുകള് ഈ ജീവനുള്ള പുസ്തകത്തിനകത്ത് കണ്ടിട്ടില്ല. എന്നാൽ ഈ ജീവനുള്ള പുസ്തകത്തിൽ സ്ഥാനം പിടിക്കാൻ ഏക കാരണം യഹോവ അവനോട് കൂടെ ഉണ്ടെന്നുള്ളതാണ്. യഹോവ അവനോട് കൂടെയുണ്ട്. അവൻ വലിയ ധൈര്യശാലിയായിരുന്നു. ദാവീദിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. 1 സാമുവേൽ 17:34 വായിച്ചാൽ ദാവീദിന്റെ ധൈര്യത്തിന്റെ പ്രതീകമായിട്ട് അവിടെ ഒരു വാക്യം നമുക്ക് വായിക്കാം. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും വന്നു. കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്നു, അതിനെ അടിച്ചു, അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ദാവീദിന്റെ ധൈര്യത്തെ കുറിച്ച് നമുക്കിവിടെ ഈ വാക്യത്തിൽ വളരെ സ്പഷ്ടമായിട്ട് വായിക്കാൻ സാധിക്കുന്നു. ധൈര്യമുള്ള എത്രയോ പേരുണ്ട്. ലോകപ്രകാരം ധൈര്യം കാണിക്കുന്ന എത്രയോ പേരുണ്ട്. എന്നാൽ യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ ദാവീദിന്റെ ധൈര്യത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. വാക്ചാതുര്യമുള്ളവനായിരുന്നു ദാവീദ് എന്ന് നമ്മൾ കണ്ടു. ദാവീദിന്റെ വാക്ചാതുര്യം നമുക്ക് ഏറെ പരിജ്ഞാനത്തോടെ സംസാരിക്കുന്ന ദാവീദ് ഒന്നും ദാവീദിന്റെ ബുദ്ധിയിലല്ല. ദാവീദ് ഒരു വാക്ക് പറഞ്ഞാൽ അതൊന്നും നിലത്ത് വീണ് പോകാത്ത വണ്ണം ദാവീദ് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ശൗലിനെ ഗുഹയിൽ വെച്ച് ദാവീദിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടതുപോലെ ആയപ്പോൾ ദാവീദ് അവിടെ വെച്ച് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. 1 സാമുവേൽ 24 10-12 വാക്യത്തില്, യഹോവ ഇന്ന് ഗുഹയിൽ വെച്ച് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് നിന്റെ കണ്ണാലെ കാണുന്നുവല്ലോ. 1 സാമുവേൽ 24:10 ഞാൻ വായിക്കുന്നത്. അവിടെ ദാവീദ് പറയുന്നത് ഇങ്ങനെയാ, നിന്നെ കൊല്ലുവാൻ ചിലർ പറഞ്ഞെങ്കിലും ഞാൻ ചെയ്തില്ല. എന്റെ യജമാനന്റെ നേരെ ഞാൻ കൈയെടുക്കയില്ല. അവൻ യഹോവയുടെ അഭിഷക്തനല്ലോ. എത്ര ബഹുമാനത്തോടെയാണ് തന്നെ കൊല്ലാനായിട്ട് ആക്രോശത്തോടെ നിൽക്കുന്ന ശൗലിനെ കുറിച്ച് ഈ ദാവീദ് പറയുന്നത്. എന്റെ പിതാവേ കാണുക. ആരോടാ? ശൗലിനോട് പറയാ, എന്റെ പിതാവേ കാണുക, എന്റെ കയ്യിൽ നിന്റെ മേലങ്കിയുടെ അറ്റം കാണുക. നിന്റെ മേലങ്കിയുടെ അറ്റം ഞാൻ മുറിക്കുകയും നിന്നെ കൊല്ലാതിരിക്കുകയും ചെയ്താൽ എന്റെ കയ്യിൽ ദോഷവും ദ്രോഹവും ഇല്ല. ഞാൻ നിന്നോട് പാപം ചെയ്തിട്ടുമില്ല എന്ന് കണ്ടറിഞ്ഞുകൊള്ളുക. നീയോ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ തേടി നടക്കുന്നു. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ. യഹോവ എനിക്ക് വേണ്ടിയിട്ട് നിന്നോട് പ്രതികാരം ചെയ്യട്ടെ. എന്നാൽ എന്റെ കൈ നിന്റെ മേലെ വീഴുകയില്ല. എത്ര പരിജ്ഞാനത്തോടെ സംസാരിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ നാളുകളില് ചുറ്റുപാടുകളിൽ പല വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിലാണെങ്കിലും നമ്മൾ ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ കുറവ് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം പരിജ്ഞാനത്തോടെ സംസാരിക്കാൻ അറിയില്ല. എന്ത് സംസാരിക്കുന്നു അറിയില്ല. ആരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്നു അറിയില്ല. ഞാൻ അത് സംസാരിക്കുമ്പോൾ വരാൻ പോകുന്ന അതിന്റെ കോൺസിക്വൻസിനെ കുറിച്ച് ചിന്തിക്കത്തില്ല. അന്നേരം വരുന്നത് അങ്ങോട്ട് പറയും. നമ്മൾ അതിന് എന്നിട്ടൊരു തലക്കെട്ടൊക്കെ കൊടുക്കും, ദൈവാത്മാവാണ് സംസാരിപ്പിച്ചത്. അതൊന്നുമല്ല. പലപ്പോഴും ബുദ്ധിയില്ലാതെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്തെല്ലാം വലിയ കത്തിപ്പിടിപ്പിക്കുന്നത് പോലെയുള്ള അഗ്നി അത് സംഭവിക്കുന്ന കാരണമായിട്ട് തീരുന്നു. കുടുംബങ്ങളിൽ പിളർപ്പുണ്ടാക്കുന്നു.
വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയങ്ങളിൽ മുറിവേൽപ്പിക്കുന്നു. ചിലരുടെ ഉയർത്തിപ്പിടിക്കേണ്ട തലകളെ അവർക്ക് കുനിക്കേണ്ടതായിട്ട് വരുന്നു. ജീവിതം മുഴുവൻ മുറിവുകളായിട്ട് വരുന്നു. എന്താ പരിജ്ഞാനമില്ലാത്ത ഈ ദാവീദിന് ഹി വാസ് പ്രൂഡന്റ് ഇൻ സ്പീച്ച്. അവന് വാക്ചാതുര്യമുള്ളവനായിരുന്നു. ആ വാക്ചാതുര്യം എന്ന് പറയുമ്പോൾ ഈണത്തിൽ പറയാനോ പ്രാസമൊപ്പിച്ച് പറയാനോ എന്നുള്ളതിനേക്കാൾ ഒക്കെ അപ്പുറമായിട്ട് ഞാൻ ചിന്തിക്കുന്നു, തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പരിജ്ഞാനത്തോടെ സംസാരിക്കുക. കേൾപ്പാൻ വേഗതയും പറയാൻ നമ്മൾ താമസമുള്ളവരായിരിക്കട്ടെ. പറയാൻ നമ്മൾ ആ വ്യക്തി എന്താ പറയുന്നത്, ആ വ്യക്തി പറയുന്നതിന്റെ പൊരുൾ എന്താ, ആ വ്യക്തി പറയുന്നത് അത് നമ്മുടെ ഹൃദയത്തിൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിനൊരു മറുപടി കൊടുക്കുമ്പോൾ അത് പരിജ്ഞാനത്തിന് അതിനെയാണ് അങ്ങനെ അപ്രകാരമുള്ളൊരു വാക്ചാതുര്യമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദാവീദിനെ കുറിച്ച് അങ്ങനെ പറയും. ദാവീദിന്റെ വാക്കുകളെ കുറിച്ച് ഇവിടെ പ്രത്യേകം പറയുന്നു. ഡേവിഡ് വാസ് വെരി പ്രൂഡന്റ് ആൻഡ് വൈസ്. ദാവീദ് പരിജ്ഞാനമുള്ളവനായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കണ്ടു, അവൻ കോമളത്വമുള്ളവനായിരുന്നു. ഹി വാസ് ഹാൻസം, ഹി വാസ് ഗുഡ് ലുക്കിംഗ്. അവന്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ് പോലും കണ്ടു കഴിഞ്ഞാൽ അവന്റെ മുഖത്ത് നോക്കിയാൽ ദൈവ ചൈതന്യം കാണാമായിരുന്നു. അവന്റെ മുഖത്ത് നോക്കിയാൽ അവൻ ദൈവ പൈതലാണെന്നുള്ളത് അറിയാമായിരുന്നു. അവന്റെ മുഖത്ത് നോക്കിയാൽ അതേ അവൻ ഭവനത്തിലെ സഹോദരന്മാരാൽ തള്ളപ്പെട്ടവൻ എന്നുള്ളത് ഒരു ഭാഗത്തുണ്ടെങ്കിലും അവന്റെ മുഖത്ത് നോക്കിയാൽ ദൈവ ചൈതന്യമുണ്ട്. ആ ദൈവ ചൈതന്യമാണ് അവനെ കോമളത്വമുള്ളവനാക്കി തീർത്തത്. അപ്പോൾ നമ്മളിലെ അഭിഷേകമാണ് നമുക്ക് സൗന്ദര്യം തരുന്നത്. അത് എക്സ്റ്റേണൽ ആയാലും ഇന്റേണൽ ആയാലും. ദാവീദിനെ കുറിച്ച് പറഞ്ഞാൽ ദാവീദിന്റെ ഹൃദയം എപ്പോഴും ദൈവത്തോട് ചേർന്ന് നടന്നിരുന്നു. അവൻ വിവേകത്തോടെ നടന്നു. 1 സാമുവേൽ 18:14 ഇങ്ങനെ വായിക്കുന്നത്, ദാവീദ് തന്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു. വിവേകം, ഡിസേൺ ചെയ്യുക. നമ്മുടെ ഭാഷയിൽ പറയും വിവരം വേണമെന്ന് പറയില്ലേ, നമ്മളങ്ങനെ പറയും. വിവേകം വേണം, ഡിസേൺ ചെയ്യണം. ഇന്ന് ഡിസേൺ ചെയ്യാത്തത് കൊണ്ട് വരുന്ന തകർച്ചകളാണ് ഇന്ന് വ്യക്തി ജീവിതങ്ങളിലും കുടുംബ ജീവിതങ്ങളിലും സാമൂഹ്യ ജീവിതങ്ങളിലും സഭാ ജീവിതങ്ങളിലും ഉള്ളത്. നമ്മുടെ കോപത്തിനനുസരിച്ചോ നമ്മുടെ വികാരത്തിനനുസരിച്ചോ എടുത്തു ചാടി നമ്മൾ നാക്കു വളയ്ക്കും. വിവേകമില്ലാത്ത സംസാരം അത് പ്രോവേർബ്സിനകത്ത് സദൃശവാക്യത്തിലൊക്കെ പറയുന്നുണ്ട്. വിവേകമില്ലാതെ ഉള്ള സംസാരം എന്ന് പറഞ്ഞാൽ ബുദ്ധിഹീനം എന്ന് പറഞ്ഞാല് പിന്നെ മതിൽക്കെട്ടില്ലാത്ത വേലിയില്ലാത്ത പോലെയുള്ള ഒരു അവസ്ഥയാ. അത് പിന്നെ എങ്ങോട്ടൊക്കെ ഓടിപ്പോകുമെന്നറിയില്ല. ദാവീദിനെ കുറിച്ച് 1 സാമുവേൽ 18:14 ഇങ്ങനെയാ വായിക്കുന്നത്, ദാവീദ് തന്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു. ഭവനത്തില്, യുദ്ധക്കളരിയില്, കൊട്ടാരത്തില്, തന്റെ ജനത്തോടുള്ള സംഭാഷണത്തില്, ദൈവവുമായുള്ള ബന്ധത്തില്, എല്ലായിടത്തും ദാവീദ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്. അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ശലോമോൻ പറഞ്ഞു, എനിക്ക് തന്റെ ജനത്തെ നയിപ്പാനുള്ള ബുദ്ധി, അതാ പരിജ്ഞാനം എനിക്ക് തരണം. ഇന്നത് നമുക്ക് പ്രാപിക്കണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് മാത്രമേ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അത് പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലം കൂടിയാണത്. അത് പരിജ്ഞാനത്തിന്റെ ആത്മാവ്. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ, ജ്ഞാനത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്. ജ്ഞാനം മാത്രം പോരാ, പരിജ്ഞാനം ഉണ്ടായിരിക്കണം. പലതിനെ കുറിച്ച് നമുക്ക് അറിവുണ്ട്, അറിവ് തന്നെ നമുക്ക് അതൊരു ഗുണം ചെയ്യത്തില്ല. അറിവ് എവിടെ കൊണ്ട്, എങ്ങനെ, ആരോട്, ഏത് ടോണിൽ, എപ്പോൾ സംസാരിക്കണമെന്നുള്ളതിനെ ഈ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ. കുറെ അറിയുന്നതിൽ കാര്യമില്ല. ഇപ്പോൾ ദാവീദിനെ കുറിച്ച് പറയുന്നത് അവൻ പരിജ്ഞാനമുള്ളവനായിരുന്നു. അവൻ വിവേകത്തോടെ നടന്നു. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവന്റെ വിവേകവും പരിജ്ഞാനവും മറ്റൊന്നുമല്ലായിരുന്നു, ദൈവം തന്നെയായിരുന്നു. ക്രിസ്തു നമ്മുടെ പരിജ്ഞാനം. 1 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പ്, ക്രിസ്തു നമ്മുടെ പരിജ്ഞാനം, അവൻ നമ്മുടെ നീതീകരണം. ക്രിസ്തു അകത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ പരിജ്ഞാനം നമ്മളിൽ നിറഞ്ഞു വരാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ അതേ ദൈവത്തോട് ചേർന്ന് നടന്ന ദാവീദിന് 2 പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ ഈ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീർന്ന ഒരു ദാവീദിനെയാണ് നമുക്ക് തിരുവചനം പഠിപ്പിച്ചു തരുന്നത്.
എന്തൊക്കെയാണ് ദാവീദിന്റെ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുത്തു പറയത്തക്കവണ്ണമുള്ള ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഗുണങ്ങൾ എന്തൊക്കെയാ? ഒരു ഇടയൻ എന്ന നിലയിൽ ഒരു എളിയ തുടക്കമായിരുന്നു ദാവീദിന്. വളരെ ചെറിയൊരു തുടക്കം. ദാവീദ് ഒരു കംപ്ലൈന്റും ഇല്ലായിരുന്നു. ചേട്ടന്മാരൊക്കെ വീട്ടിൽ തിന്ന് ആനന്ദിച്ചൊക്കെ ഇരിക്കും. അവർ വലിയ വലിയ ആൾക്കാരുമായിട്ടുള്ള സംഭാഷണത്തിലൊക്കെ വലിയ വലിയ ലെവലിലൊക്കെ അവരിയ്ക്കുമ്പോൾ ദാവീദ് അപ്പന്റെ ആടുകളെ മേയ്ക്കുന്ന സ്വഭാവമായിരുന്നു. ദാവീദിന് അവിടെ ഒരു പരിഭവമില്ല. ഒരു എളിയ തുടക്കം ദാവീദിന്റെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. എന്നാൽ ദൈവം അവന്റെ എളിയ തുടക്കത്തെ കണ്ടിട്ട് അവനെ ഇസ്രായേലിന്റെ രാജാവാക്കി, അഭിഷേകമുള്ളൊരു രാജാവാക്കി ദൈവം അവനെ തീർത്തു. അതുകൊണ്ടും തന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ തീർന്നില്ല. ധാരാളം വെല്ലുവിളികളാ തന്റെ മുമ്പില്. ദൈവം മാനിച്ചുയർത്തിയത് കൊണ്ട് പ്രശ്നം തീരത്തില്ല. ദൈവം ഒരു അത്ഭുതം ചെയ്തത് കൊണ്ട് വിഷയം അവിടെ തീരുകയല്ല. നമ്മുടെ അവസാനത്തെ ശ്വാസം വരെയും അതെ ദൈവം നമ്മുടെ മുമ്പിൽ വെക്കുന്ന വെല്ലുവിളികളെ നമ്മൾ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രയോജനം എന്താ? ദൈവത്തിന് കുറച്ച് പരീക്ഷകളും പരീക്ഷണങ്ങളും വെല്ലുവിളികളും വേദനയൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ട് എന്തുവാ? ദൈവം സിംഹാസനത്തിൽ നിന്ന് സന്തോഷിക്കാനാന്ന്? ഒരിക്കലുമല്ല. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോട് എന്നെ നിങ്ങളെ താതാത്മ്യപ്പെടുത്തേണ്ടതിന്, പരീക്ഷയിൽ ജയിച്ച് അതെ നമ്മളിൽ സ്നേഹം വർദ്ധിക്കേണ്ടതിന്, ക്ഷമ വർദ്ധിക്കേണ്ടതിന്, ആത്മാവിന്റെ ഫലം നമ്മളിൽ കൊയ്തെടുക്കേണ്ടതിന്, അങ്ങനെ ഈ ദാവീദിന്റെ ഏറ്റവും എളിയ അവസ്ഥയിൽ നിന്ന് ദാവീദിനെ ആ സിംഹാസനത്തിൽ ഇരുത്തുമ്പോൾ പോലും അനേക വെല്ലുവിളികൾ ദാവീദ് നേരിട്ടു. രാക്ഷസന്മാര് പോലുള്ള മോൺസ്റ്റേഴ്സിനോട് ദാവീദ് യുദ്ധം ചെയ്തു. ധാരാളം സൈന്യത്തെ യുദ്ധത്തിലേക്ക് ദാവീദ് നയിച്ചു. അവരെല്ലാം ഒരുമിച്ച് നിർത്തി അതെ ഒരേ ഹൃദയത്തോടുകൂടി ശത്രുവിന്റെ മുമ്പിലേക്ക് ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ അവരെ ഒരുമിച്ച് നിർത്തുക എന്ന് പറയുന്നത് ഒരു ലീഡറിന്റെ ഒരു നല്ലൊരു ക്വാളിറ്റിയാണ്. എല്ലാ ലീഡേഴ്സിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. യാതൊരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ എല്ലാവരെയും ഒരുമിച്ച്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ദാവീദിന്റെ ജീവിതത്തിൽ ധാരാളം കുറവുകൾ വന്നിട്ടുണ്ട്. ദാവീദിന്റെ ജീവിതത്തിൽ ധാരാളം വീഴ്ചകൾ വന്നിട്ടുണ്ട്. എന്നാൽ അതിനെയൊക്കെ മറികടന്ന് ദൈവത്തിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു ദാവീദിനെയാണ് ഇവിടെ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ടും രാജ്യത്തിലെ ഭരണത്തിന്റെ പരമായിട്ടും വ്യക്തിപരമായിട്ടും കുടുംബ ജീവിതത്തിലും അത് പിന്നെ വ്യക്തികളോടുള്ള ബന്ധത്തിലും മക്കളെ വളർത്തിയിട്ടുള്ള അനുഭവത്തിലൊക്കെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ച ആളാണ് ദാവീദ്. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ ദാവീദ് അഭിമുഖീകരിച്ചു. എന്നിരുന്നാലും ഏറ്റവും വലിയ ഈ പരിശോധനകളുടെ ഇടയിലും ദൈവത്തിലുള്ള ദാവീദിന്റെ വിശ്വാസം ഒരിക്കലും പതറിപ്പോയില്ല. അപ്പോഴും ദാവീദിന് അറിയാമായിരുന്നു എന്നെ നീതീകരിക്കാനും എന്നോട് ക്ഷമിക്കാനും എന്നെ വീണ്ടും പണിയാനും എന്നെ വീണ്ടും ബലപ്പെടുത്താനും അതെ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ എന്നെ എഴുന്നേൽപ്പിക്കാനും കഴിയുന്ന ഒരുവനാണ് അതെ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ഞാൻ ഇന്ന് ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇവിടെ ഈ ഭൂമിയിലെ ഒരു സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുക. എന്നാൽ സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവന് എന്നെ ഞാൻ ആഗ്രഹിക്കുന്നതിലൊക്കെ അധികമായിട്ട് എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവനാണെന്നുള്ളത് ദാവീദിന് ഉത്തമ ബോധ്യമായിരുന്നു. ദാവീദിന്റെ വിശ്വാസമാണ് ഇവിടെ എബ്രായർ 11 എടുത്തു പറയുന്നത്. അപ്പോൾ ഫെലിസ്ത്യനായ ഗോലിയാത്തിനടുക്കിലേക്ക് ചെല്ലുമ്പോൾ ആ വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനം നമുക്ക് കാണാം. ദാവീദ് പ്രഖ്യാപിക്കുക. വിശ്വാസം നമുക്ക് അകത്ത് വെറുതെ വെച്ചേക്കാനുള്ളതല്ല. വിശ്വാസം അവിടെ പൊതിഞ്ഞ് എനിക്ക് ഞാൻ വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് നടക്കാനുള്ള, ഇത് പ്രഖ്യാപിക്കാനുള്ളതും ഇത് ഉപയോഗിക്കാനുള്ളതും ഇത് തക്ക സമയത്ത് അതെ സാഹചര്യങ്ങളുടെ മീതെ എറിഞ്ഞു പിടിപ്പിക്കാനുള്ളതായത് ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉരുളൻ കല്ല നമ്മുടെ കവണിയില്. 1 സാമുവേൽ 17:45 ദാവീദിന്റെ അകത്തുള്ള വിശ്വാസത്തെ ദാവീദ് പ്രഖ്യാപിക്കുക. ഫെലിസ്ത്യനോട് ദാവീദ് പറയും, നീ വാളും കുന്തവും വേലുമായിട്ടാണ് എന്റെ നേരെ വരുന്നത്. ഞാൻ വരുന്നത് നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ദൈവത്തിന്റെ നാമത്തിൽ, യഹോവയുടെ നാമം യുഡ്ഹേ വാവ്ഹേ YHVH ദൈവത്തിന്റെ ഉച്ചരിച്ചു കൂടാൻ കഴിയാത്തതുപോലെ പരിശുദ്ധമായ ആ നാമത്തില് ഞാൻ നിന്റെ നേരെ വരും. നീ വെറും ഒരു വാളും കുന്തവും ഒരു കോലുമായിട്ടാണ് എന്റെ അടുത്തോട്ട് വരുന്നത്. എന്നാൽ ഞാൻ വരുന്നത് അങ്ങനെയല്ല. അത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ്. ഈ യഹോവ എന്ന നാമത്തിന്റെ പ്രത്യേകത, ആ യഹോവ എന്നുള്ള നാമത്തിന്റെ പ്രത്യേകത, അവന് ഹി വാസ് എ കവനന്റ് കീപ്പിംഗ് ഗോഡ്. അവൻ ഉടമ്പടിയുടെ ദൈവമാണ്. അതാണ് ആ പേരിന്റെ അർത്ഥം തന്നെ. അവൻ ഉടമ്പടി
നടപടിയുടെ ദൈവമാ. തന്നെയല്ല, ഹീസ് എ ജഡ്ജ്, അവൻ ന്യായം വിധിക്കുന്ന ദൈവമാ. ഇതൊക്കെയാണ് ആ പേരിന്റെ അർത്ഥം. അത് ആ പേര് ഉച്ചത്തിൽ സംസാരിക്കാൻ ആ പേര് വൃത. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, എന്റെ നാമം വൃത എടുക്കരുത്, എന്റെ നാമം വൃത എടുക്കരുത്. ആ നാമത്തിലാണ് ദാവീദ് ഈ ഫെലിസ്ത്യനായ ഗോലിയാത്തിന്റെ അടുക്കലേക്ക് അടുത്തു ചെല്ലുന്നത്. തന്നെയല്ല, ആ വിശ്വാസം മൂലം അടുത്ത് ചെല്ലുക എന്ന് മാത്രമല്ല, ഈ ഫെലിസ്ത്യനെ ദൈവം എന്തു ചെയ്യുമെന്നും വിശ്വാസത്തോടെ വിളിച്ചു പറയുകയാണ്. ഫെലിസ്ത്യ സൈന്യങ്ങളെ, ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രയേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. ഒരു വിശ്വാസ പ്രഖ്യാപനം. ഗോലിയാത്തിന്റെ അടുത്ത് ഇത്രയും പോരാത്ത ഒരു കൊച്ചു പയ്യൻ നിന്ന് അത് അജാന ബാഹുവായിട്ടുള്ള ഒരു ഫെലിസ്ത്യന്റെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയുക, ഇന്ന് യഹോവ നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. ശത്രുവിന്റെ മുമ്പിൽ നിന്നുള്ള ഒരു വെല്ലുവിളി, ഒരു വിശ്വാസ പ്രഖ്യാപനം നമുക്ക് കാണാൻ കഴിയുന്നു. അത് ചരിത്രത്തില്, തന്റെ ജീവിത ചരിത്രത്തില്. സങ്കീർത്തന പുസ്തകത്തിലേക്ക് വന്നാൽ ദാവീദിന്റെ സങ്കീർത്തനങ്ങളിൽ ഒക്കെ വിശ്വാസ പ്രഖ്യാപനം. ദൈവത്തിന്റെ നാമത്തെ എടുത്തെടുത്ത് പറയുന്നു. സങ്കേതം, കോട്ട, നീ എന്റെ ഗോപുരം, ഇതെല്ലാം ദൈവത്തിന്റെ വിവിധമായിട്ടുള്ള പേര്, സ്വഭാവത്തിനനുസരിച്ച് ദൈവത്തിന്റെ പേരുകളെ ദാവീദ് വെളിപ്പെടുത്തുന്നു. സങ്കീർത്തന പുസ്തകം ഉടനീളം താൻ രചിച്ച സങ്കീർത്തനത്തിലൂടെ എല്ലാം ദാവീദ് തന്റെ വിശ്വാസത്തെ പ്രകടിപ്പിക്കുന്നു. അവയിൽ പലതും ദൈവത്തോട്, അത് വിശ്വാസം ഉള്ളിൽ വ്യാപരിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കാൻ കഴിയത്തുള്ളൂ. വിശ്വാസമില്ലാത്തവന്റെ സ്തുതി അത് മുഴങ്ങുന്ന ചെമ്പൻ ചിലമ്പെന്ന കൈത്താളവുമാ. ആ സ്തുതിക്കൊന്നും ഒരർത്ഥവും ഇല്ല, ആ സ്തുതിക്കൊന്നും ഒരു പവറുമില്ല, ആ സ്തുതി എങ്ങും ചെല്ലത്തില്ല. ആ സ്തുതി ചിലപ്പം ചിലർക്ക് കേൾക്കുന്നവർക്കൊക്കെ ഒരു കർണരസമാകുമാറാകും. പക്ഷെങ്കിൽ ഉള്ളിൽ വിശ്വാസം വ്യാപരിക്കാതെ ദൈവത്തോടുള്ള സ്തുതിയും ആരാധനയും അത് ഒരിക്കലും ആരാധനയാവത്തില്ല. അതുകൊണ്ടാണല്ലോ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ വായി കൊണ്ട് എന്നെ ആരാധിക്കുന്നു, പക്ഷെ നിങ്ങളുടെ ഹൃദയം എത്രയോ ദൂരത്തിലാണെന്ന്. എന്നാൽ ഏറെ വിശ്വാസത്തോടെ എല്ലാം തലകീഴായിട്ടും അറിയുമ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണാൻ സാധിക്കും. തന്റെ വിശ്വാസത്തിന്റെ പ്രകടനം സങ്കീർത്തന പുസ്തകങ്ങളിൽ കണ്ടു. തന്റെ വിശ്വാസത്തിന്റെ പ്രകടനം അതെ ആ ശത്രുവിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നതും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. വിശ്വാസത്താൽ അതിന്റെ താഴെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവർ രാജ്യങ്ങളെ അടക്കി. ദാവീദ് എന്തൊക്കെ ചെയ്തു? രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു. എബ്രായർ 11:33. പിന്നെ അതുപോലെ വാളിന്റെ വായ്ക്ക് തെറ്റി ദാവീദ് വിശ്വാസത്താൽ. തന്റെ അകത്ത് വ്യാപരിച്ച വിശ്വാസം ശൗലിന്റെ വാളിന്റെ മുനയിൽ നിന്നും ദാവീദിനെ രക്ഷിച്ചു. തന്റെ അകത്ത് വ്യാപരിച്ച വിശ്വാസം രാജ്യത്ത് നീതി നടത്താൻ ദാവീദിന് ഇടയാക്കി. രാജ്യങ്ങളെ യുദ്ധം ചെയ്ത് അടക്കി. ധാരാളം വാഗ്ദത്തങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. തന്റെ ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. താൻ പലപ്പോഴും പാപനിമിത്തവും ലംഘന നിമിത്തവും അതിക്രമ നിമിത്തവും തന്റെ ആത്മാവിന്റെ മണ്ഡലങ്ങൾ ബലഹീനമായി പോയപ്പോഴും വിശ്വാസത്താൽ ബലം പ്രാപിച്ചു. യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു എന്നൊക്കെ നമ്മൾ അതിന്റെ അടുത്ത ഭാഗങ്ങളിൽ വായിക്കുന്നു. ഇതെല്ലാം ദാവീദിന്റെ ജീവിതത്തിൽ അന്വർത്ഥമായ ഒരു കാര്യമാണ്. നമ്മൾ അതുപോലെ പറഞ്ഞു ദാവീദിനെ കുറിച്ച്, പിന്നെ ദാവീദ് എന്നിവരെയും ശൗൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച്. ദാവീദിനെയും പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ട്. അതിന്റെ ഇംഗ്ലീഷ് ഇങ്ങനെയാ വായിക്കുന്നത്, ആൻഡ് വാട്ട് ഷാൽ ഐ മോർ സേ, ഫോർ ദ ടൈം വുഡ് ഫെയിൽ മീ ടു ടെൽ ഓഫ് ഗിദെയോൻ ആൻഡ് ഓഫ് ബാരക് ആൻഡ് ഓഫ് സാംസൺ ആൻഡ് ഓഫ് ജിപ്ത, ഓഫ് ഡേവിഡ് ഓൾസോ ആൻഡ് സാമുവൽ. കണ്ടോ, ദാവീദിനെയും ശമൂവേലിനെയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ആൻഡ് ഓഫ് ദ പ്രോഫറ്റ്സ്. പ്രവാചക കൂട്ടത്തിലും ഈ ദാവീദിനെ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു പോരാളിയാണ്, ഒരു യുദ്ധവീരനാണ്, രാജാവാണ്. അതേ സമയത്ത് ഇസ്രായേലിന്റെ മധുര ഗായകനും കൂടിയായ ദാവീദിനെ കുറിച്ച് ഇവിടെ പറയുന്നു, അവനൊരു പ്രവാചകനാണെന്ന്. പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് അപ്പോസ്തല പ്രവൃത്തിയില് ആ ജനത്തോട് ആദ്യം കൂടിയിരുന്ന ആ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ആ ജനത്തോട് മാളികമുറിയിൽ കൂടിയിരുന്നവരോട് പത്രോസ് അപ്പോസ്തലൻ ഒരു പ്രസംഗം നടത്തിയത് ഇങ്ങനെയാ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ അതിന്റെ 29-31 വാക്യത്തിൽ, സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച്, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച്. അപ്പോൾ ദാവീദിനെ കുറിച്ച് പറയാത്തൊരു പ്രസംഗം അപ്പോസ്തല പ്രവൃത്തിയിൽ ഇല്ലായിരുന്നു.
ഞാനിപ്പോ ഇനി താഴോട്ട് പറഞ്ഞു വരുന്നത്, എന്തായിരുന്നു ദാവീദിനെ ഇത്ര പ്രത്യേകതയുള്ളവനാക്കി തീർത്തത്? എങ്ങനെ ദാവീദ് എബ്രായർ 11 കടന്നു വന്നു? ദാവീദിനെ കുറിച്ച് അവൻ മരിച്ചടക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് പറയാം. അവന്റെ കല്ലറ നിങ്ങളുടെ നടുവിലുണ്ട്. എന്നാൽ അവൻ പ്രവാചകനാകയാൽ, ഈ പോയിന്റ് പറയാൻ വേണ്ടിയിട്ടാണ്. പത്രോസ് അപ്പോസ്തലന് അന്ന് അവിടെ കൂടിയിരുന്ന മാളിക മുറിയിൽ കൂടിയിരുന്ന യഹൂദ ജനങ്ങളോട്, ജാതികളോടല്ല കേട്ടോ, യഹൂദൻ, ആദ്യത്തെ വിശ്വാസികൾ ആരാ? യഹൂദന്മാരാ. ആദ്യത്തെ വിശ്വാസികൾ യഹൂദന്മാരാ. ആ മാളിക മുറിയിൽ പെന്തിക്കോസ്തി ദിവസം അത് കൂടിയിരുന്ന യഹൂദന്മാരോട് പറഞ്ഞ്, അവൻ പ്രവാചകനാകിയാൽ ദൈവം അവന്റെ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു. ദാവീദിനോട് ചെയ്ത ആ സത്യത്തെ കുറിച്ച് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നതാ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ദാവീദ് പ്രവാചകനാണെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. റോമർ 15:4 വായിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന് എന്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. ഇതാരെഴുതിയിരിക്കുന്നത്? ദാവീദ് സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുക എന്ന് മുന്നെഴുതിയിരിക്കുന്നത്. പ്രവചനാത്മാവിൽ ദാവീദ് എഴുതിയിരിക്കുന്ന ഒരു വാക്യം പൗലോസ് അപ്പോസ്തലൻ കോട്ട് ചെയ്യുന്നു. നോക്കണം, അത് സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് വന്നിട്ട് പൗലോസ് അപ്പോസ്തലന്റെ ലേഖനത്തിലും അത് കടന്നു വന്നിരിക്കുന്നത് കാണാൻ കഴിയുന്നു. ഏറ്റവും പ്രധാനമായിട്ട് 22-ാം സങ്കീർത്തനത്തിൽ ആ ദാവീദിന്റെ പ്രവചനം അങ്ങനെ ഏറ്റവും തിളങ്ങി നിൽക്കുന്നു. 22 എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് തുടങ്ങുന്ന ആ സങ്കീർത്തനത്തിനകത്ത് ഒരുപക്ഷെ ദാവീദിനെ ഒരു പ്രവാചകനായിട്ട് കാണാനുള്ള ഏറ്റവും എളുപ്പമാർഗം ഈ സങ്കീർത്തനം 22 വായിക്കുന്നതാണ്. ഈ മശിയ സങ്കീർത്തനം വായിക്കുമ്പോഴാണ് ദാവീദിന്റെ ആ പ്രവചനത്തിന്റെ താലന്ത് അല്ലെങ്കിൽ പ്രവചനത്തിന്റെ ആത്മാവ് ദാവീദിൽ ഉള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. യേശുക്രിസ്തുവിനെ ചമ്മട്ടി കൊണ്ടും തന്റെ ക്രൂശ് മരണവും അതൊക്കെ നമ്മൾ വായിച്ച് പിന്നെ സുവിശേഷങ്ങളിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും 22-ാം സങ്കീർത്തനത്തില് എന്താണ് ഈ ദാവീദ് എഴുതിയിരിക്കുന്നെന്നുള്ളത്. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് പിറക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് പ്രവചനാത്മാവില് അത് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഇപ്പോഴ് ഈ സങ്കീർത്തനം 22-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയിരിക്കുന്നതിന്റെ പശ്ചാത്തലം നമുക്ക് അത്ര വ്യക്തമല്ല. എന്തായിരുന്നു ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച അത്രമാത്രം വേദനയേറിയ ഒരു സംഭവം എന്നുള്ളത് നമുക്ക് അത്ര വ്യക്തമല്ല. പക്ഷെങ്കിലൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിൽ നീ ഉത്തരം വരണമെന്നില്ല. രാത്രികാലത്ത് ഞാൻ വിളിക്കുന്നു, എനിക്ക് ഒട്ടും മൗനതയില്ല. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദാവീദ് പിന്നെ മനുഷ്യനെ കുറിച്ച് പറയുന്നത്. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ. മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്നതിനും തന്നെ എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു. ക്രൂശിൽ കിടന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ് നമുക്ക് അവിടെയും കാണുന്നത്. കഷ്ടമടുത്തിരിക്കാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ. അനേക കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാരെന്നെ ചുറ്റിയിരിക്കുന്നു. ബുഭുക്ഷതയോടെ അലറുന്ന സിംഹം പോലെ അവരെന്റെ നേരെ വായ പിളർക്കുന്നു. ഇതെല്ലാം കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ പ്രവചനമായിട്ട് ഒരു മശിഹ സങ്കീർത്തനമാണ് അത് 22-ാം സങ്കീർത്തനം നമുക്ക് കാണാൻ കഴിയുന്നത്. ദാവീദിന്റെ കഷ്ടതയെ ഇത് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെങ്കിൽ ഒരുപക്ഷെങ്കിൽ ശൗല് ദാവീദിന്റെ ജീവനെ എടുക്കാനായിട്ട് ദാവീദിന്റെ പിന്നാലെ കൂടിയ സമയത്ത് ദാവീദ് എടുത്തതായിരിക്കും. ദാവീദ് ഹൃദയം തുറന്ന് സ്നേഹിച്ചു. ശൗലിനെ ഒരു പിതാവായിട്ട് ദാവീദ് കണക്കാക്കി. നമ്മൾ മുമ്പേ വായിച്ച വേദഭാഗത്തിൽ എന്റെ പിതാവേ എന്നാണ് ദാവീദ് വിളിക്കുന്നത്. ആ ഒരു സ്ഥാനത്ത് ദാവീദ് കണ്ടു ശൗലിനെ. അങ്ങനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരു വ്യക്തി ദാവീദിനെ കൊല്ലാനായിട്ട് തക്കം പാർക്കുന്നു എന്നുള്ളത് ദാവീദിന്റെ ഹൃദയത്തെ സംബന്ധിച്ച് വെട്ടിമുറിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഒരുപക്ഷെങ്കിൽ അതായിരിക്കാം ദാവീദിനെ ഈ സങ്കീർത്തനം എഴുതാനായിട്ട് പ്രേരിപ്പിച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിനെ കുറിച്ചുള്ള വിവരങ്ങള് 22-ാം സങ്കീർത്തനത്തിൽ കാണാൻ സാധിക്കുന്നു. ഒരു സഹസ്രാബ്ദം മുൻപ് ജെറുസലേമിൽ നടന്ന സംഭവങ്ങൾ ദൈവാത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ട് രചിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മൾ ഇന്ന് ജീവിക്കുന്ന തലമുറയിൽ 2000-ൽ പ്ലസ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യം, അതെ, അതിലും മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് എഴുതിയിരിക്കുന്നു. ദാവീദിനെ കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം, തനിക്ക് ബോധിച്ച പുരുഷൻ. അതാണ് ദാവീദിന്റെ ഒരു തലക്കെട്ട്.
ദാവീദിന്റെ ഒരു തലക്കെട്ടെന്ന് പറഞ്ഞാൽ അതാണ്. അത് കാണുമ്പം എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ഓർമ്മയിൽ വരുന്ന ദാവീദ് എന്നുള്ളൊരു വാക്ക്. വേറെ അനേകരുണ്ട്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. ദൈവം അവരുടെ പേര് മാറ്റി ഒരുപാട് അവർക്ക് ക്രെഡിറ്റ്സ് അവർക്കുണ്ട്. എന്നാൽ എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് എന്നുള്ളൊരു തലക്കെട്ട് വരുമ്പോൾ, ഒരു ടൈറ്റിൽ വരുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഒരൊറ്റ മനുഷ്യൻ, അത് മറ്റാരുമല്ല, അത് ദാവീദ് മാത്രമാണ്. അത് ദാവീദ് മാത്രമാണ്. 1 സാമുവേൽ 13:14 ഇപ്പോൾ ശൗലിനോട് പറയാ, നിന്റെ രാജ്യത്വം ഇനി നിലനിൽക്കുകയില്ല, യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കാഞ്ഞത് കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ. അവിടുന്നാണ് ആ എ മാൻ ആഫ്റ്റർ ഹിസ് ഹാർട്ട്. But now your kingdom shall not endure. The God has sought for himself a man after his own heart. അവിടെ നിന്നാണ് ആ വാക്ക് വന്നിരിക്കുന്നത്, തനിക്ക് ബോധിച്ച പുരുഷൻ. നമുക്കറിയാം, ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് തീർന്ന സ്തേഫാനോസ് പ്രസംഗിക്കുമ്പോൾ ഈ ദാവീദിനെ കുറിച്ച് പ്രസംഗിച്ചു. അപ്പോസ്തല പ്രവൃത്തി 13:22 ഇങ്ങനെയാണ് അവിടെയും പറയുന്നു, തനിക്ക് ബോധിച്ച പുരുഷൻ. അപ്പൊ പത്രോസ് പറഞ്ഞു, പിന്നെ സ്തേഫാനോസ് പറഞ്ഞു, ഇവരെല്ലാം വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന ഒരു കാര്യം, തനിക്ക് ബോധിച്ച പുരുഷൻ, തനിക്ക് ബോധിച്ച പുരുഷൻ. എന്തൊക്കെയായിരുന്നു ദാവീദിന്റെ ഗുണങ്ങൾ? ഒന്നാമത്തെ, ഒരുപാടുണ്ട്, എനിക്ക് ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ട് പറയാനെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ദാവീദിന്റെ ഒരു പ്രത്യേകത, തന്റെ കുറ്റം, തന്റെ പറ്റിപ്പോയ തെറ്റ് അത് അക്നോളജ് ചെയ്യാനായിട്ട്, അത് സമ്മതിക്കാനായിട്ട് ദാവീദിന് ഒരുക്കമുള്ളൊരു ഹൃദയമുണ്ടായിരുന്നു. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റുമ്പോൾ നമ്മൾ ഉരുണ്ട് കളിക്കും, ഇല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യും, ഇല്ലെങ്കിൽ അത് മറച്ചു പിടിക്കാൻ ശ്രമിക്കും, തുറന്ന് സമ്മതിക്കാൻ. അത് മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തോട് എളുപ്പമാണ്. ആരും കാണത്തില്ലല്ലോ, നമുക്ക് ദൈവത്തോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞേച്ച് നമുക്ക് എഴുന്നേറ്റ് പോകാം. പക്ഷെ മനുഷ്യരോട് തുറന്ന് സമ്മതിക്കാൻ ആ ഉള്ളൊരു വില്ലിങ്നെസ്, അത് നമുക്ക് ദാവീദിൽ കാണാൻ കഴിയുന്നു. ദാവീദിന്റെ ജീവിതത്തെ സംബന്ധിച്ച് 10 കൽപ്പനകളിൽ ഏകദേശം 5 കൽപ്പനയും ദാവീദ് ലംഘിച്ച ആളാണ്. മോഹിക്കരുതെന്ന് പറഞ്ഞു, ബത്ശേബയെ മോഹിച്ചു. കൊലപാതകം ചെയ്യരുതെന്ന് പറഞ്ഞു, കൊല്ലരുതെന്ന് പറഞ്ഞു, കൊന്നു. മോഷ്ടിക്കരുതെന്ന് പറഞ്ഞു, അന്യന്റെ ഭാര്യയെ മോഷ്ടിച്ചു. വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞു, അത് ചെയ്തു. കള്ളസാക്ഷ്യം പറയരുതെന്ന് പറഞ്ഞു, പിന്നെ അത് എന്താ പറയുന്നത്, ആ ഉര്യാവിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അത് ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ചില പദ്ധതികൾ അവിടെ നിറവേറ്റുന്നത് കാണാൻ സാധിക്കുന്നു. ഡിസീറ്റ്ഫുൾനെസ്, വഞ്ചന ചെയ്യുന്നു, വഞ്ചിക്കുന്നു. ഇതെല്ലാം തന്നെ ദാവീദ് ചെയ്തു. 10 കൽപ്പനയിലെ മിക്കതും ദാവീദ് ലംഘിച്ച ആളാണ്. എന്നാൽ ദാവീദ് ദൈവസന്നിധിയിൽ അതെല്ലാം ഏറ്റുപറഞ്ഞു. നാഥാൻ പ്രവാചകൻ വന്ന് പറയുമ്പോൾ ദാവീദ് സമ്മതിക്കുകയാണ് ആ മനുഷ്യന്റെ മുമ്പിൽ. അങ്ങനെ എഴുതിയ സങ്കീർത്തനങ്ങൾ നമുക്കറിയാം. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഉന്നത പദവിയിലുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് പറ്റിയൊരു തെറ്റ്, തനിക്ക് പറ്റിയൊരു വീഴ്ച സമ്മതിക്കുക എന്നത് എന്താ പറയുന്നത്, അത് അത്ര ഒരു എളുപ്പമുള്ളൊരു കാര്യമല്ല. രാജപദവിയിലിരിക്കുന്ന ഒരാളാ, പോട്ടെ, താണ നിലയിലിരിക്കുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. ഒരു ഇടയനായിട്ടിരിക്കുമ്പോൾ എനിക്ക് പറ്റിയ തെറ്റ് പറയുന്നത് പോലെയല്ല രാജാവായിട്ടിരിക്കുമ്പോൾ പറ്റുന്നത്. രാജസ്ഥാനത്തിരുന്നു കൊണ്ട് ഈ ദാവീദ് തന്റെ തെറ്റുകളെ തിരിച്ചറിയുകയും ദൈവത്തിങ്കിലേക്ക് തന്റെ ജീവിതത്തെ മടക്കിക്കൊണ്ടുവരുവാൻ തയ്യാറാവുകയും ചെയ്യും. ദാവീദിന്റെ തെറ്റുകളും പാപങ്ങളും എല്ലാം എഴുതി വെച്ചെന്ന് ഓർത്ത് നോക്കിയേ. ഇന്ന് ലോകത്തിലെ ക്രിസ്ത്യാനികൾ മുഴുവൻ ഇരുന്ന് വായിക്കുക ദാവീദിന് പറ്റിയ തെറ്റുകളും വീഴ്ചകളും. ഇതുപോലെ തന്റെ മിസ്റ്റേക്സിനെ എക്സ്പോസ് ചെയ്ത വേറൊരു വ്യക്തി ആരാ ഈ ഭൂമിയിലുള്ളത്? അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, ഹിസ് വില്ലിങ്നെസ് ടു അക്നോളജ് ഹിസ് മിസ്റ്റേക്സ്. സദൃശവാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാപം ഒഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നുവെന്ന് ആർക്ക് പറയാൻ കഴിയും? ഞാൻ നിർമ്മലനാണെന്ന്? തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല, എന്നാൽ അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഇങ്ങനെ കരുണ ലഭിച്ചവനായിരുന്നു ദാവീദ്. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, അവന്റെ തെറ്റുകളെ ഏറ്റുപറയാനുള്ള ആ ഒരു മനോഭാവം, അതിനുള്ളൊരു ഒരുക്കം, അതിനുള്ളൊരു തിടുക്കം.
അത് ദാവീദിനുണ്ടായിരുന്നു. വേണമെങ്കിൽ ആർക്കോ വേണ്ടിയിട്ടോ മനസ്സില്ലാ മനസ്സോടെ അങ്ങ് നാണം കെട്ടിട്ടോ അല്ല. പക്ഷെങ്കിൽ ദാവീദിനറിയാം ഇതങ്ങോട്ട് ഏറ്റുപറഞ്ഞാൽ എനിക്ക് വരാൻ പോകുന്ന ആ ഒരു അനുഗ്രഹത്തെ കുറിച്ച് ദാവീദിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താനൊരു ബലഹീനനാണെന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറയാനായിട്ട് ദാവീദിന് ഒരു മടിയുമില്ലായിരുന്നു. ഒരു മടിയും ദാവീദിനില്ലായിരുന്നു. കാരണം ദാവീദിനറിയാം എന്റെ അകത്തുള്ളതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാ. അത് ദൈവം തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. എനിക്കുള്ള ബുദ്ധി, അവസരങ്ങള്, ബലം, സൈന്യം, സിംഹാസനം ഇതെല്ലാം ദൈവം തന്നതാണ് എന്നുള്ളത് ദാവീദിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ മുഴുവനുമായിട്ട് കൊടുക്കുന്ന ഒരു ദാവീദിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വില്യം ബൂത്ത് എന്ന് പറയുന്ന ഒരു മെത്തഡിസ്റ്റ് പ്രീച്ചർ അദ്ദേഹത്തിന്റെ സീക്രട്ട്, അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഒരു വ്യക്തി ചോദിച്ചപ്പോൾ, വില്യം ബൂത്ത് ആ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ അങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാ: എന്നില് ഉള്ളതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാ. എന്നേക്കാൾ ഉയർന്ന ബുദ്ധിയും അവസരങ്ങളും ബലവും ഒക്കെ ഉള്ള ധാരാളം വ്യക്തികളുണ്ട്. എന്നാൽ ഈ ലണ്ടനിലെ പാവപ്പെട്ടവരെ ഞാൻ ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ട് അവരെ യേശുവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ആഗ്രഹിച്ച ദിവസം മുഴുവൻ എപ്പോൾ ഞാൻ ആഗ്രഹിച്ചോ അപ്പോൾ ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഞാൻ എന്നെ മുഴുവനുമായിട്ട് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ആ മുഴുവനുമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ദൈവം എന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ തന്റെ ബലഹീനതയെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ ആ വ്യക്തിയുടെ ജീവിതം അത് പലർക്ക് പ്രചോദനമായിട്ട് തീർന്നു പിൽക്കാലത്ത്. വില്യം ബൂത്ത് എന്നുള്ള വ്യക്തിയെ. അപ്പോൾ ഒരു മനുഷ്യന്റെ ശക്തിയുടെ ഉന്നതി എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യൻ അവന്റെ മസിൽ പവർ അല്ല, അവൻ ഏത് സ്ഥാനത്ത് ജോലി ചെയ്യുന്നെന്നുള്ളതല്ല, അവന്റെ ശമ്പളത്തിന്റെ എത്ര അക്കമുണ്ടെന്നുള്ളതല്ല, അവൻ ഓടിക്കുന്ന കാർ ഏത് ബ്രാൻഡാണെന്നുള്ളതല്ല, അവൻ കെട്ടുന്ന വാച്ച് ഏത് ക്വാളിറ്റി അല്ല, അതൊന്നും അവൻ ജീവിക്കുന്ന അവന്റെ വീടിന്റെ അവന്റെ വസ്തുക്കളുടെ ആസ്തിയല്ല, അവന്റെ ബാങ്ക് ബാലൻസ് അല്ല. അവന്റെ ശക്തിയുടെ ഉന്നതി എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ ശക്തിയുടെ ഉന്നതി എന്ന് പറഞ്ഞാൽ അവൻ എത്രമാത്രം ദൈവസന്നിധിയിൽ വിനയപ്പെടുന്നുവോ അതാണ് അവന്റെ ശക്തിയുടെ ഉന്നതി. വില്യം ബൂത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം അത്. വില്യം ബൂത്തിൽ നിന്ന് മനസ്സിലാക്കി എത്ര ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ എത്രമാത്രം താണോ അതായിരുന്നു വില്യം ബൂത്തിന്റെ ആത്മീയ ശക്തിയുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അമാലേക്കിനെ നശിപ്പിക്കാനായിട്ട് ദാവീദിനെ ചുമതലപ്പെടുത്തിയപ്പോൾ അവൻ തന്റെ ബലഹീനത തിരിച്ചറിഞ്ഞു. അമാലേക്കരോട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ദാവീദിന് മനസ്സിലായി. പിന്നെ ആ യുദ്ധത്തിന്റെ സമയത്ത് എല്ലാവരും ദാവീദിനെതിരെ തിരിഞ്ഞു. അവൻ തന്റെ ബലഹീനത തിരിച്ചറിയുകയും ദൈവം ആ യുദ്ധം ഏറ്റെടുക്കാൻ ദൈവം ആ യുദ്ധം ഏറ്റെടുക്കുകയും ചെയ്തു. അത് 1 സാമുവേൽ 30 നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. എല്ലാവരും ദാവീദിനെതിരായി തീർന്നു. അമാലേക്കരോടുള്ള യുദ്ധത്തിൽ ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണം. നോക്കണം, അന്ന് വരെ കൂടെ നിന്ന ജനം ദാവീദിനെ കല്ലെറിയണമെന്നായി. ഇപ്പോഴ് അങ്ങനെ പറഞ്ഞപ്പോഴ് ദാവീദിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ദാവീദ് പണിയെല്ലാം വിട്ടിട്ട് പോയോ? എനിക്കിനി രാജാവായിരിക്കാൻ, എനിക്ക് സ്ഥാനമെടുക്കാൻ, എനിക്ക് യുദ്ധം ചെയ്യാനൊന്നും കഴിയത്തില്ലെന്ന് ദാവീദ് ചിന്തിച്ചോ? ഒരിക്കലുമില്ല. ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. He encouraged himself in the Lord എന്നത് വേദപുസ്തകം പറയുന്നത്. തന്റെ ദൈവമായ യഹോവയിൽ ബലപ്പെട്ടു. തന്റെ ബലഹീനത മനസ്സിലാക്കിയിട്ട് ദാവീദ് തന്റെ ബലഹീനത മനസ്സിലാക്കി ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അതായിരുന്നു ദാവീദിന്റെ രണ്ടാമത്തെ ഗുണം. ഒന്നാമത്തെ നമ്മൾ കണ്ടു, ദാവീദിന്റെ തെറ്റുകളെ അക്നോളജ് ചെയ്യാൻ ദാവീദ് ഒട്ടും വൈകിയില്ല. 2, ദാവീദിന്റെ ബലഹീനതയിൽ ദൈവത്തിൽ അവന് ധൈര്യപ്പെട്ടു എന്ന് കാണാൻ കഴിയുന്നു. നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ബലഹീനത ഏറെ മനസ്സിലാക്കിയ ഒരാളായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകൾ, പാപം വേറെ, ബലഹീനത വേറെ. ബലഹീനത എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ എനിക്കത് ചെയ്തെടുക്കാനുള്ള പ്രാപ്തി എനിക്കില്ല.
അങ്ങനെയുള്ള ബലഹീനതകളിൽ അവിടെയാണ് നമ്മൾ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്റെ പൗലോസ് അപ്പോസ്തലന് ശാരീരികമായുള്ള ബലഹീനത ഉണ്ടായിരുന്നോ, കണ്ണിന്റെ കാഴ്ചക്ക് ബലഹീനത ഉണ്ടായിരുന്നെന്നോ, പിന്നെ തന്റെ കുടുംബജീവിതത്തിൽ വലിയ പ്രതിസന്ധിയുടെ നടുവിലായിരുന്നു പൗലോസ് അപ്പോസ്തലൻ ആയിരുന്നുവെന്നോ, ഇങ്ങനെ പല പല ടീച്ചിങ്സ്, പല അഭിപ്രായങ്ങളുണ്ട്. എന്തു തന്നെ ആയിരുന്നാലും അതൊന്നും അല്ല നമ്മുടെ വിഷയം. താൻ തന്റെ ദിനംതോറുമുള്ള ജീവിതത്തിൽ ബലഹീനത അനുഭവിച്ച മനുഷ്യനാണ്. ഒരു പക്ഷെങ്കിൽ ചുറ്റുമുള്ളവര് പോലും ഈ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന പൗലോസിനെ കണ്ടിട്ട് പറയും, ഓ നീ യേശുവിനെ പ്രസംഗിക്കുക, നോക്ക് നിന്റെ ജീവിതം, നീ യേശുവിനെ പ്രസംഗിക്കുക, എന്താ നിനക്ക് നിന്നെ ഒന്ന് സൗഖ്യമാക്കിയാൽ, നീ യേശുവിനെ പ്രസംഗിക്കുക, എന്താ പിന്നെ നിന്റെ വീട്ടിൽ ഈ പ്രശ്നം, നീ യേശുവിനെ പ്രസംഗിക്കുക, എന്താ നിനക്ക് കണ്ണു കാണാൻ മേലെ. ഇതൊക്കെ ലോകം ചോദിക്കുന്ന സമയത്തും അതിന്റെ നടുവില് തന്റെ ബലഹീനതയിൽ പ്രശംസിച്ച ഒരു പൗലോസ് അപ്പോസ്തലനെ. അത് തന്നെയായിരുന്നു ദാവീദ്. തന്റെ ബലഹീനതയിൽ ദൈവത്തിന്റെ ശക്തി തികഞ്ഞു വരുന്നത് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ദൈവത്തിന്റെ പേരിൽ ആശ്രയിച്ചൊരു ദൈവം, യഹോവയുടെ നാമത്തില്, ആ യഹോവയുടെ കൊടുത്ത അധികാരത്തിൽ വിശ്വസിച്ച വിശ്വാസത്തിൽ എഴുന്നേറ്റ ഒരു ദാവീദിനെ നമ്മൾ കണ്ട. അടുത്തതായിട്ട് ദാവീദിന്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, he had a strong passion and love for God. ദൈവത്തോടൊരു അതിയായ ഒരു മതിമറന്ന, എന്താ പറയുന്നേ, തന്റെ ബുദ്ധിക്കൊക്കെ അപ്പുറമായിട്ട് തന്നെ തന്നെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയാത്തതുപോലെ ദൈവത്തോടൊരു ദാഹം. ആരും ഇൻഡ്യൂസ് ചെയ്യൊന്നും വേണ്ട, ആരും തള്ളി ഒന്നും വിടുവൊന്നും വേണ്ട. പ്രാർത്ഥിക്ക്, വചനം കേക്ക്, വചനം പറയേ, അല്ലെങ്കിൽ വായിക്ക്, ഇതൊന്നും ആരും പറയണ്ട. ദാവീദിനോട് ആരും പറയണ്ട. ദാവീദിന്റെ പാഷനാണ്, ദൈവത്തോടുള്ള പാഷൻ, ദൈവത്തോടുള്ള അഭിനിവേശം. അതായിരുന്നു ദാവീദിന്റെ ലക്ഷ്യം. അതായിരുന്നു ദാവീദിന്റെ ലക്ഷ്യം. എന്ത് നമ്മുടെ ജീവിതത്തിന്റെ ദാഹം എന്തായിരിക്കുമോ, പാഷൻ എന്തായിരിക്കുമോ, ഒരു ദിവസം അത് നമ്മുടെ പ്രൊഫഷനായിട്ട് തീരും. ഒരു എഴുത്തുകാരൻ ഗബ്രിയൽ ബെൻസ്റ്റൺ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെ, allow your passion to become your purpose and it will one day become your profession. എന്റെ പാഷൻ എന്താണോ അതെന്റെ പ്രൊഫഷനായിട്ട് തീരും. എന്താ എന്റെ പാഷൻ? ഇന്ന് നമ്മുടെ പാഷനൊക്കെ എന്താ? നമ്മൾ എന്തിനു വേണ്ടിയിട്ട് വായിക്കുന്നത്? വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതാണോ എന്റെ പാഷൻ? എന്റെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുന്നതാണോ എന്റെ പാഷൻ? അതോ ദൈവത്തെ ഒന്ന് മുഖാമുഖം കാണാൻ, അവനെ ഒന്ന് ആഴമായിട്ട് ഒന്നറിയാൻ, അവന്റെ സ്വഭാവം ഒന്നറിയാൻ, അവന്റെ വഴികളൊന്നറിയാൻ, അവന്റെ ഇടപാടുകളൊന്നറിയാൻ, ദൈവത്തെ ഒന്നറിയാൻ, ഒരാളെ ഒന്നറിയണമെന്നുണ്ടെങ്കിൽ ആളോട് കൂടെ വസിക്കണം, ആളിന്റെ സംസാരം കൂടെ കേട്ടുകൊണ്ടിരിക്കണം, ആ ആളിന്റെ വായിൽ നിന്ന് വരുന്നതിനെ ശ്രദ്ധയോടെ കേൾക്കണം. ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ, നമുക്കറിയാം ഒരു സ്ത്രീ ഒരു പുരുഷനും വിവാഹം കഴിഞ്ഞാല് ഇപ്പൊ നമ്മളൊരു പക്ഷേ ഇപ്പൊ പറയായിരിക്കും, വർഷങ്ങളായിട്ട് എനിക്ക് നിന്നെ മനസ്സിലായിട്ടില്ല, നിനക്ക് എന്നെ മനസ്സിലായിട്ടില്ലെന്നൊക്കെ. അതൊക്കെ വെറുതെ, അതൊക്കെ നന്നായിട്ട് ആയതുകൊണ്ട് പറയുന്ന ഡയലോഗ്സ് ഇതൊക്കെ. പക്ഷെങ്കില് നമ്മൾ ആ ഒരു ആളെ മനസ്സിലാക്കാൻ നമ്മൾ എന്താ ചെയ്യുക? കൂടെ വസിക്കുന്നു, കൂടെ ഭക്ഷിക്കുന്നു, കൂടെ യാത്ര ചെയ്യുന്നു, കൂടെ സംസാരിക്കുന്നു. അപ്പോൾ മാത്രമേ നമ്മൾ ആളെ അറിയുന്നത്. പിന്നെ ആ വധുവിന്റെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ പാഷൻ എന്ന് പറഞ്ഞാല് ആ പുരുഷന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാ. അതാ പിന്നെ ജീവിതത്തിലെ പാഷൻ. ദാവീദിന്റെ പാഷൻ അതായിരുന്നു. നമ്മുടെ പാഷൻ എന്തായിരിക്കുമോ അത് നമ്മുടെ പ്രൊഫഷനായിട്ട് തീരും. അതുകൊണ്ട് ഇന്ന് നമ്മളൊന്ന് ചിന്തിക്കണം, ഇന്ന് എന്താ എന്റെ ഹൃദയത്തിലെ പാഷൻ? മുൻപേ അവന്റെ രാജ്യനീതി അന്വേഷിക്കുക, അതോടുകൂടി അതേ സകലതും ദൈവം നമുക്ക് തരും. അവന്റെ ഹിതപ്രകാരമുള്ളത് ദൈവം നമുക്ക് തരും. ദാവീദിന്റെ ഹൃദയത്തില് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന ഒരു പാഷനായിരുന്നു, ഒരു ഇടയനായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ദാവീദിന്റെ ഹൃദയത്തില് എന്താ? ആടുകളെ നയിക്കുക, അവയുടെ സ്വഭാവം അറിയുക, അവയെ പരിപാലിക്കുക, അവയെ സ്നേഹിക്കുക, അവയോട് കരുണ കാണിക്കുക. അത് ആ പാഷൻ ദൈവത്തിലങ്ങ് അർപ്പിച്ചു. ദാവീദ് ചെറുപ്പത്തിലായിരുന്നപ്പോൾ തന്നെയാ ദാവീദിനകത്ത് അങ്ങനെ ഒരു ഗുണമുണ്ടായിരുന്നത്. ദാവീദ് തിരിച്ചറിഞ്ഞു ആടുകളെ പരിപാലിക്കാൻ ആയിട്ട്. അതുകൊണ്ടാണ് ദാവീദിന്റെ ജീവിതത്തിൽ അപ്രകാരം ഒരു കാര്യം ദൈവമായിട്ട് ചെയ്തെടുത്തത്. ഈ ദൗത്യം ദാവീദിനെ വലിയൊരു യുദ്ധത്തിനും രാജസ്ഥാനത്ത് കൊണ്ടുവരുത്താനായിട്ട് ഇടയായിട്ട് തീർന്നു. ആടുകളെ കാക്കുമ്പോൾ ദൈവം എല്ലാ ദിവസവും അവന്റെ പക്ഷത്തുണ്ട്.
ദാവീദ് ദൈവത്തോട് വിശ്വസ്തനായിട്ട് തന്നെ ഈ ആടുകളെ എല്ലാം കാത്തു. തന്റെ കൈകളാൽ എല്ലാം ആടുകളെ കാക്കുക തന്നെയല്ല, ആടുകളുടെ ധീരം തന്നെയല്ല. മുമ്പിൽ ഒരു ദിവസം ഇന്ന് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും, നാളെ കാണാൻ ചെല്ലുന്നുടനെ മുൻപിൽ ഒരു കരടി പ്രത്യക്ഷപ്പെടും, മറ്റന്നാൾ ചെല്ലുമ്പോൾ മുൻപിൽ ഒരു സിംഹം പ്രത്യക്ഷപ്പെടും. ഓരോ തവണയും ദൈവം തന്റെ മുമ്പിൽ ഇപ്രകാരമുള്ള പ്രതികൂലങ്ങളെയും രാക്ഷസന്മാരെയും മൃഗങ്ങളെയും കൊണ്ടുവന്നിടും. ഈ പാഷൻ അകത്ത് കിടക്കുമ്പോഴും നമ്മൾ ഓർക്കണം, നമ്മുടെ അകത്ത് ദൈവത്തോടൊരു പാഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സിംഹവും കരടിയൊക്കെ നമ്മുടെ മുമ്പിൽ വരും. പക്ഷെ നമ്മൾ അതിനെ ജയിക്കണം. ജയിച്ചു കഴിയുമ്പോൾ നമ്മുടെ അകത്തുള്ള പാഷൻ, ദൈവത്തോടുള്ള പാഷൻ നമ്മുടെ പ്രൊഫഷനായിട്ട് തീരും. നമ്മുടെ പാഷൻ പ്രൊഫഷനായിട്ട് തീരാനായിട്ട് ഇന്ന് നമ്മുടെ പാഷനെ നമുക്കൊന്ന് അലൈൻ ചെയ്യാം. ഇന്ന് പാഷനെ നമുക്കൊന്ന് ഒരുക്കിയെടുക്കാം. ദൈവത്തെ സ്നേഹിക്കാനുള്ളൊരു പാഷൻ. സങ്കീർത്തനം 116 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ദാവീദിന്റെ പാഷൻ, ദാഹം, അഭിനിവേശം കാണാം. എന്റെ പ്രാർത്ഥനയും യാചനകളും ദൈവമേ നീ കേട്ടതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ സ്നേഹിക്കുക എന്നുള്ളതായിരുന്നു ഒരു പാഷൻ. 63:1 വായിക്കുന്നു, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. ദാവീദിന്റെ പാഷൻ ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളതായിരുന്നു, ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതായിരുന്നു. ആ ദാവീദ് ദൈവത്തെ അന്വേഷിക്കുന്നതിനെ കുറിച്ച് ദാവീദ് തന്നെ പറയുന്നത് ഇങ്ങനെ, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എങ്ങനെ ആ മണ്ണ്, ആ ദേശം എങ്ങനെ വെള്ളത്തിന് വേണ്ടിയിട്ട് ദാഹിക്കുന്നു, അതുപോലെയായിരുന്നു ദാവീദിന്റെ ഉള്ളത്തിന്റെ ദാഹം. അപ്രകാരം ഒരു ദാഹം. ദാവീദിന്റെ കണ്ണെപ്പോഴും വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? അവന്റെ ബലവും മഹത്വവും കാണേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ പാഷൻ എവിടെയാ? കൊലോസ്യലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു, ഭൂമിയിലുള്ളതിനെ അല്ല ഉയരത്തിലുള്ളതിനെ തന്നെ ചിന്തിക്കുകയും. അതുപോലെ തന്നെ ദാവീദ് ജീവിതത്തിൽ ഒരു യൂ ടേൺ എടുക്കാനൊക്കെ ദാവീദ് ഒരുക്കമായിരുന്നു. ഏത് സമയത്തും ദാവീദ് ഒരു ഇടയനായിരിക്കെ ദാവീദ് മറ്റൊരു തിരിച്ചറിവിലേക്ക് കടന്നു വന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊരു ഇടയന്റെ ആവശ്യമുണ്ട്. ഞാനൊരു ഇടയനാ. എന്നെ ഒരു ഇടയനാക്കിയിരിക്കുമ്പോൾ ആ ഇടയത്വത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഞാൻ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ദാവീദ് ബോധവാനായിരിക്കുമ്പോൾ തന്നെ ദാവീദിന് ഒരു ആഗ്രഹവും, ദാവീദ് മനസ്സിലാക്കിയൊരു കാര്യം, എനിക്കൊരു ഇടയൻ ആവശ്യമുണ്ട്. ഞാനൊരാടാ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരിടയൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് 23-ാം സങ്കീർത്തനം ദാവീദ് എഴുതി, യഹോവ എന്റെ ഇടയനാണ്. ദാവീദൊരു ഇടയനായിരിക്കെ തനിക്കൊരു ഇടയന്റെ ആവശ്യം ഉണ്ട് എന്ന് ആഴമായിട്ട് മനസ്സിലാക്കി. ദൈവം തിരഞ്ഞെടുത്ത ഇടയ രാജാവായിരുന്നെങ്കിലും താൻ എപ്പോഴും കർത്താവിന്റെ ആടുകളിൽ ഒരുവനായിരുന്നു എന്നുള്ള കാര്യം ദാവീദ് ഒരിക്കലും മറന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റി? ദാവീദിന് തന്റെ ജനത്തെ നയിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. ജനത്തോടുള്ള സ്നേഹം ദാവീദിൻ്റെത് ഭയങ്കരമായിരുന്നു. ആ ജനത്തെ ദാവീദ് ഹൃദയത്തിലെടുത്തു. ദാവീദ് പാപം ചെയ്തു പോയി എങ്കിലും ദാവീദ് ഹൃദയത്തിൽ തന്റെ ജനത്തെ സ്നേഹിച്ചു. ശൗലിനെ പോലെ ആയിരുന്നില്ല ദാവീദിന്റെ ഹൃദയം. 1 ദിനവൃത്താന്തം 21:17, 21 മുഴുവൻ വായിച്ചാൽ ദാവീദ് ജനത്തെ എണ്ണി. ദൈവത്തോട് ആലോചന ചോദിക്കാതെ ജനത്തെ എണ്ണിയത് നിമിത്തം ദാവീദിന് വന്നു ഭവിച്ച ശിക്ഷയെ കുറിച്ച് 21-ാമത്തെ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ അതിലേക്കൊന്നും ആഴമായിട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ദാവീദിനെ കുറിച്ച് ഒരു വലിയ സമുദ്രം പോലെ ഇവിടെ കിടക്കുന്നത്. അതില് ദാവീദ് പറയുന്നത് ഇങ്ങനെയാ, ദാവീദ് ദൈവത്തോട് പറഞ്ഞ് ജനത്തെ എണ്ണാൻ പറഞ്ഞത് ഞാനല്ലേ. ഞാനിവിടെ തെളിയിക്കാൻ പോകുന്നത് തന്റെ ജനത്തോടുള്ള ദാവീദിന്റെ ഹൃദയം, ദൈവത്തോടുള്ള ഹൃദയം നമ്മൾ പറഞ്ഞു, ദൈവത്തോടുള്ള ദാഹം നമ്മൾ പറഞ്ഞു, തന്റെ പാപം വിട്ടുതിരിയാനുള്ള ദാവീദിന്റെ ആഗ്രഹത്തെക്കുറിച്ച്, മിസ്റ്റേക്ക് അഡ്മിറ്റ് ചെയ്യാനുള്ള ദാവീദിന്റെ ആ ഹൃദയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. എന്നാൽ അതേസമയം ജനത്തെ പൊതിഞ്ഞു പിടിക്കാൻ ആഗ്രഹിച്ച ഒരു ദാവീദ് ദൈവത്തോട് പറയാ, ജനത്തെ എണ്ണാൻ പറഞ്ഞ് ഞാനല്ലേ പറഞ്ഞത്. ആ പാമ്പിടിച്ച ജനം എന്തു വിളിച്ചു? ദോഷം ചെയ്ത പാപി ഞാനാകുന്നു. ദാവീദ് പറയാ 1 ദിനവൃത്താന്തം 21:17, ഈ ആടുകൾ എന്ത് ചെയ്തിരിക്കുന്നു? ദാവീദിനെ സംബന്ധിച്ച് ഈ ജനം ആടുകളാ. യഹോവേ എന്റെ ദൈവമേ, നിന്റെ കൈ ബാധയ്ക്കായിട്ട് നിന്റെ ജനത്തിന്റെ മേല്, ഈ ആടുകളുടെ മേൽ വരില്ലേ, എന്റെ മേലും എന്റെ പിതൃഭവനത്തിന്റെ മേലും ഇരിക്കട്ടെ, ഞാൻ ഏറ്റെടുത്തോളാം ആ ശിക്ഷ എന്ന് പറഞ്ഞ് ഒരുക്കമുള്ള ഒരു ഹൃദയത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ലവ് ഫോർ ദ പീപ്പിൾ, ജനത്തെ സ്നേഹിച്ച ഒരു ദാവീദ്. മറ്റൊന്ന്,
എല്ലാം പ്രതികൂലമായി. ദാവീദ് അങ്ങനെ ഒരു പാപം അവിടെ ചെയ്തു, ദൈവത്തോട് ആലോചന ചോദിക്കാതെ ദാവീദ് അങ്ങനെ ഒരു കാര്യം അവിടെ ചെയ്തു എങ്കിലും, തെറ്റിപ്പോയി എങ്കിലും ദാവീദിന്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ മരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കൈ വീണ് മരിക്കട്ടെ. അതായിരുന്നു നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും, അതെ, ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് ഒരു രക്ഷപ്പെടലിന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. ദാവീദ് ഗാദ് പ്രവാചകനോട് പറഞ്ഞു, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുക, ദൈവത്തിന്റെ ന്യായവിധി വന്ന് എന്റെ മുമ്പിൽ വന്ന് നിൽക്കുക. നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ വലുതല്ലയോ? ഞാൻ യഹോവയുടെ കയ്യിൽ വീണ് അത് കത്തിച്ചാമ്പലായാലും അവസാന തുള്ളി എന്റെ മൂക്കിൽ ശ്വാസമുണ്ടെങ്കിലും എനിക്ക് ഉച്ചത്തിൽ പറയാൻ ഒറ്റ കാര്യമുണ്ട്, ദൈവമേ നിന്റെ ദയ വലുതാ, നിന്റെ കരുണ വലുതാ, എന്റെ ജീവനേക്കാൾ വലുതാ. Thy loving kindness is better than my life. ദാവീദ് എഴുതിയ മറ്റൊരു സങ്കീർത്തനം, അവന്റെ കരുണ വലുതല്ലയോ? അതുകൊണ്ട് യഹോവയുടെ കയ്യിൽ വീഴുക. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ വേറെ മാർഗം ഒന്നും എനിക്ക് വേണ്ട. ഞാൻ നശിക്കുന്നെങ്കിൽ യഹോവയുടെ കയ്യിൽ വീണ് നശിക്കട്ടെ, മനുഷ്യരുടെ കയ്യിൽ വീഴരുതേ. ദാവീദിന്റെ ആ ആറ്റിറ്റ്യൂഡ് കണ്ടോ? അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തില് 8:38-39 പറയുന്നു, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിലുള്ളതിനോ ആഴത്തിലുള്ളതിനോ യാതൊരു സൃഷ്ടിക്കോ ഒന്നും കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയത്തില്ല. ഇതൊക്കെ വന്നോട്ടെ, ജീവിതത്തില് കഷ്ടങ്ങള്, ദുഃഖങ്ങള്, വേർപാട്, അതെ, താഴ്ചകള്, വീഴ്ചകള്, അപമാനം, ആരോപണങ്ങള് ഒക്കെ വന്നോട്ടെ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് വേർവിരിപ്പാൻ കഴിയുകയില്ല. ഞാൻ മരിക്കുന്നെങ്കിൽ അവന്റെ കയ്യിൽ വീഴട്ടെ. ദാവീദിന്റെ ഹൃദയം തനിക്ക് ബോധിച്ച മനുഷ്യൻ, ദൈവത്തിന് ദാവീദിനെ ബോധിക്കാനുണ്ടായ കാര്യം ഇതൊക്കെയാണ്. മറ്റൊന്ന് വേഗത്തിൽ കടന്നു വരട്ടെ, ഇതിനോട് ചേർത്ത് തന്നെ ദാവീദ് ഒരു യാഗം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ ആ ദേശത്തിലെ പ്രമാണിയായ അരവനയുടെ അടുത്തിട്ട് ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു യാഗം കഴിക്കണം. അയ്യോ രാജാവേ, നിന്റേതായി ഈ രാജ്യം, നിനക്ക് എന്ത് വേണം? കാളകൾ വേണോ, വിറക് വേണോ, സ്ഥലം വേണോ, ആൾക്കാരെ വേണോ, കൂലിക്കാരെ വേണോ, വേലക്കാരെ വേണോ, ഒക്കെ ഞാൻ നിനക്ക് തരാം, ഒക്കെ നീ എടുത്തോ എന്ന് പറഞ്ഞു. ദാവീദ് പറഞ്ഞു, അങ്ങനെയല്ല, ഞാനത് നിന്നോട് വിലക്കേ വാങ്ങുകയുള്ളൂ, എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എന്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല, ഒന്നും ചെലവില്ലാതെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ് തിരുവചനത്തിലത്, ദാവീദിന്റെ ഈ വാക്ക്, ചെലവില്ലാതെ യഹോവയ്ക്ക് ആരാധന കഴിക്കരുത്. ചെലവില്ലാതെ ഈ കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടാൻ ഒരുങ്ങരുതാരും. ചെലവില്ലാതെ, വേദനയില്ലാതെ, അതിന്റെ ഒരു പിഞ്ച് അനുഭവിക്കാതെ അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ വിശാല വഴിയിലാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ സ്വർഗത്തിലങ്ങ് പോവായിരിക്കും ഞാൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ട്. പക്ഷെങ്കിൽ ദൈവരാജ്യത്ത് വലിയവനും ചെറിയവനും ഉണ്ട് കേട്ടോ. ഈ നാളുകളിൽ നമ്മൾ ചിന്തിക്കണം, ആ വലിയവന്റെ കൂട്ടത്തില് ആകാനായിട്ട് ഉള്ള ക്വാളിറ്റി എനിക്കുണ്ടോ? ദാവീദ് പറഞ്ഞു, ഒന്നും ചെലവില്ലാതെ ഞാൻ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കത്തില്ല. ചെലവ്, ദൈവത്തിന് വേണ്ടിയിട്ട് പ്രൈസ് പേ ചെയ്യാൻ, ദൈവത്തിന് വേണ്ടിയിട്ട് വില കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ ദാവീദ് കളത്തെയും കാളകളെയും 50 ശേക്കൽ വെള്ളിക്ക് വാങ്ങി. ദാവീദ് യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിത് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. അപ്പോൾ ദൈവം കേട്ടു. അപ്പോൾ യഹോവ ദേശത്തിന്റെ പ്രാർത്ഥന കേട്ടു. ദാവീദ് കഴിച്ച ആ ദാവീദിന്റെ ചെലവ്, ദാവീദ് അതിനൊരു പ്രൈസ് പേ ചെയ്തത് കൊണ്ട് ദേശം സൗഖ്യമായി. ദേശത്തിന് സൗഖ്യം വന്നു. ബാധ ഇസ്രായേലിനെ വിട്ടുമാറി. ഇന്ന് ഞാനും നിങ്ങളും ചിലതൊക്കെ ചെലവാക്കാൻ തയ്യാറാകുമെങ്കിൽ, ഞാനും നിങ്ങളും ചെലവായി പോകാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ പല ബാധകളും മാറിപ്പോകും. നമ്മുടെ ഭവനങ്ങൾക്ക് സൗഖ്യം വരും, നമ്മുടെ ചുറ്റുപാടുകൾക്ക് സൗഖ്യം വരും. ഇന്ന് നമ്മൾ അതിന് തയ്യാറാവണം. മത്തായി സുവിശേഷം 19:29 വായിക്കുന്നു, യേശു പറഞ്ഞു, എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. നോക്കണം, ക്രിസ്തുവിനുള്ള വിശ്വാസ നിമിത്തം ഈ ബന്ധങ്ങളൊക്കെ അറ്റുപോകാൻ സാധ്യതയുണ്ട് കേട്ടോ. കർത്താവ് അത് നേരത്തെ പറഞ്ഞു. അപ്പന് അമ്മ മക്കള് അപ്പനോടും അമ്മയോടും, അതെ, ഇവരൊക്കെ ഛിദ്രിക്കും, ഞാൻ സമാധാനമല്ല വാളത്രേ വരുത്താൻ വന്നിരിക്കുന്നത് യേശു പറഞ്ഞു. ഇതൊക്കെ തിണ്ണമായിട്ട് കരുതിക്കൊണ്ട്, ഇതൊക്കെ ഛേദമെന്ന് എണ്ണിക്കൊണ്ട് ഈ കർത്താവിന്റെ പിന്നാലെ പോയാല് അവന് നിത്യജീവനെ അവകാശമാക്കും.
ഒരു പ്രൈസ് പേ ചെയ്യാനായിട്ട് ദാവീദിനെ പോലെ അതെ നമുക്കൊരാഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അവനെ ബോധിച്ച ദൈവദാസിയെന്നും ബോധിച്ച എൻ്റെ മകളെന്നും എൻ്റെ മകനെന്നും നമുക്ക് ദൈവത്തിന്റെ സാക്ഷ്യം ലഭിക്കാൻ ഇടയായിത്തീരും. അങ്ങനെ തന്നെത്താൻ ശോധന ചെയ്യാനും പെട്ടെന്ന് അനുദപിക്കാനായിട്ടും തയ്യാറായ ഒരു ദാവീദ്. നമ്മൾ ദൈവത്തിൽ നിന്ന് പോകുമ്പോൾ അകന്നു പോകുമ്പോൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ എത്ര ദൂരം ഞാൻ പോയി എന്നുള്ളതല്ല വിഷയം, ഞാൻ എത്ര ദൂരം പോയി എന്നുള്ളതല്ല വിഷയം, ഹൗ ക്വിക്ക് ഐ ആം ടു റിപ്പന്റ്, എത്ര വേഗതയുണ്ട് എന്റെ അനുതാപത്തിന്, അവിടെയാണ് വിഷയം. എത്ര ദൂരം പോയെന്നുള്ള ദൈവത്തിന്റെ വിഷയമല്ല, ഞാൻ എത്ര സെൻസിറ്റീവാണ് ദൈവസന്നിധിയിൽ മടങ്ങി വരാൻ. അതെ, ദൈവത്തോട് അനുദപിച്ചു. പക്ഷെങ്കിൽ ദാവീദ് ചെയ്തത് മറ്റൊരു കാര്യമുണ്ട്, ദൈവം കൊടുത്ത പാപക്ഷമയെ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ പാപിയാണേ, ഞാൻ പുഴുവാണേ, ഞാൻ കൃമിയാണേ, ഞാൻ ഒന്നിനും കൊള്ളത്തില്ലേ, ഞാൻ ഐ എം ഗുഡ് ഫോർ നത്തിങ് എന്നും പറഞ്ഞുകൊണ്ട് അവസാനം വരെ ജീവിച്ച് എന്റെ ഐഡന്റിറ്റി തന്നെ തകർത്തു കളയുന്ന അതല്ല ക്രിസ്തീയ ജീവിതം. അക്സെപ്റ്റ് ഹിസ് ഫോർഗിവ്നെസ്, ദൈവത്തിന്റെ ഫോർഗിവ്നെസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാനിനി ദാസ്യത്തിന്റെ ആത്മാവല്ല, എനിക്ക് പുത്രത്വത്തിന്റെ ആത്മാവല്ല ലഭിച്ചിരിക്കുന്നത്. ഞാൻ വാലല്ല, ഞാൻ തലയായിട്ട് തീരും. ഞാൻ ക്രിസ്തുവില് എന്നെ സ്വർഗസ്ഥാനത്ത് ഇരുത്തിയിരിക്കുക. ബിക്കോസ് ഐ ഹാവ് ദ ഫോർഗിവ്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്രകാരമുള്ളൊരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. ധാരാളം തെറ്റുകൾ ദാവീദിന് ജീവിതത്തിൽ പറ്റി. പക്ഷെങ്കിൽ അവിടെ നിന്നൊക്കെ എഴുന്നേൽക്കാനായിട്ട് ദാവീദിന്റെ ചാലഞ്ചിങ് സിറ്റുവേഷൻ ദാവീദ് ഫേസ് ചെയ്തു, വെല്ലുവിളികളെ ദാവീദ് ഫേസ് ചെയ്തു. ദാവീദിന്റെ ദൈവത്തോടുള്ള ദാഹം, ദൈവത്തിന് വേണ്ടിയിട്ട് ആരാധിക്കാനായിട്ട് വില കൊടുത്തൊരു ദാവീദ്. ഇതെല്ലാം നമ്മൾ ദാവീദിനെ കുറിച്ച് പറഞ്ഞു. ഈ ദാവീദിന്റെ പേര് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പേരിനോട് ചേർത്ത് വെച്ചിരിക്കുന്നു. ദാവീദ് പുത്രനായ യേശുവും ദാവീദുമായിട്ടുള്ള ഒരു ബന്ധം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. രണ്ടുപേരും ജനിച്ചത് ബെത്ലഹേമിലെ എഫ്രാത്തില് രണ്ടുപേരും ജനിച്ചിരിക്കുന്നു. രണ്ടുപേരും ഇടയന്മാരായിരുന്നു. ദാവീദ് ഒരു ഇടയനായിരുന്നു. യോഹന്നാൻ 10 പറയുന്നു, നമ്മുടെ ശ്രേഷ്ഠ ഇടയനായ ഞാൻ ആടുകളുടെ ഇടയനാകുന്നെന്ന് യേശു പറഞ്ഞു. ദാവീദിനെ ശമൂവേൽ അഭിഷേകം ചെയ്തു. എന്നാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു രാജാതിരാജാവും കർത്താവുമായിട്ട് അഭിഷേകം ഹോവിടെ ആത്മാവന്റെ മേലുണ്ട് എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അഭിഷക്തനായ ദാവീദ് പുത്രനായ കർത്താവ് യേശു ക്രിസ്തു. ഒരു ഗോലിയാത്തിനെ ദാവീദ് ജയിച്ചു. എന്നാൽ കാൽവരി ക്രൂശിലെ സാത്താനെ ജയിച്ച കർത്താവ് യേശു ക്രിസ്തു. ദാവീദിനെ കുറിച്ച് ദൈവത്തിന് ബോധിച്ച് എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് എന്ന് ദാവീദിനെ കുറിച്ച് പറയുമെങ്കിൽ യേശുവിനെ കുറിച്ച് പറയുന്നു, പിതാവിന്റെ ഹിതം ചെയ്തവന്. എന്റെ ഇഷ്ടമല്ല പിതാവേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള സാക്ഷ്യം പ്രാപിച്ച ദാവീദ് പുത്രനെ കുറിച്ച്. ദാവീദ് യെരൂശലേമിൽ സിംഹാസനത്തിൽ വാണു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ഒരു എവർലാസ്റ്റിംഗ് കിങ്ഡത്തിൽ എന്നേക്കും നിലനിൽക്കുന്ന രാജ്യത്വത്തിന്റെ അവകാശിയായിട്ട് കർത്താവ് യേശു ക്രിസ്തു കടന്നു വരാനായിട്ട് ഇടയായിട്ട് തീരും. പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ യേശു കർത്താവ് പോലും ദാവീദിനെ കുറിച്ച് ദാവീദിന്റെ പേര് പറഞ്ഞ് പരീശന്മാരോട് പറയുന്നുണ്ട്. ശബത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? ദാവീദ് തനിക്ക് കൂടെ ഉണ്ടായിരുന്നവർക്ക് മുട്ടുണ്ടായിട്ട് വിശന്നപ്പോൾ ചെയ്തത് എന്താണ്? പുരോഹിതന്റെ അവിടെ ആരാധന സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് അപ്പം എടുത്ത് ദാവീദും കൂട്ടിലുള്ളവരൊക്കെ ഭക്ഷിച്ചു. പുരോഹിതന് മാത്രം കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം കഴിച്ചല്ലോ എന്ന് ദാവീദിന്റെ പേര് അവിടെ യേശു എടുത്ത് ഉച്ചരിക്കുന്നുണ്ട്. പരീശന്മാര് ദൈവത്തിന്റെ കൽപ്പനകളെക്കാളും മാനുഷിക സമ്പ്രദായങ്ങൾക്ക് അവിടെ വില കൊടുക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറയുന്ന കാര്യമാണ് നമ്മളവിടെ വായിച്ചത്. ഒരു കണ്ണുപൊട്ടനെ, കുരുടനായ മനുഷ്യനെ എരിഹോവിന്റെ തെരുവിലിരുന്നു കൊണ്ട് നിലവിളിച്ച് ലൂക്കോസ് സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ അവന്റെ ബാഹ്യ കണ്ണുകളെ അടഞ്ഞിരുന്നുള്ളൂ, പക്ഷെങ്കിൽ അവന്റെ ആന്തരിക കണ്ണ് തുറന്നിരുന്നു. ഈ കടന്നു പോകുന്നവന് നസറേയനായ യേശു മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവൻ എരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നു കൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടിട്ട് അവൻ ചോദിച്ചെന്താണെന്ന്. പുരുഷാരത്തിൽ നിന്ന് അവന് കിട്ടിയ റിപ്ലൈ എന്താണെന്നറിയാമോ? നസ്രയനായ യേശു കടന്നു പോകുന്നു. നസ്രയനായ യേശു, എനിക്കറിയാം ഈ ക്രിസ്തുവിനെ, അവൻ മറ്റാരുമല്ല, അവൻ ദാവീദിന്റെ പുത്രൻ എന്ന് പറഞ്ഞാല് ദാവീദിനോട് എന്നേക്കുമുള്ള സിംഹാസനം നിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ സന്തതിക്ക് ലഭിക്കുമെന്ന് വാഗ്ദത്തം വാങ്ങിയ ആ സന്തതിയാണ് ഈ കടന്നു പോകുന്നത്.
അവൻ നസ്രത്തിൽ ജനിച്ചു എന്നതിനൊക്കെ അപ്പുറമായിട്ട് അത് ദാവീദിനോട് ദൈവം ഉടമ്പടി ചെയ്തത് അല്ല, അബ്രഹാമിനോട് ഇസ്ഹാക്കിനോടൊക്കെ ഉടമ്പടി ചെയ്തിട്ട് ദാവീദിനോട് ചെയ്ത സിംഹാസനത്തെക്കുറിച്ചും രാജ്യത്വത്തെക്കുറിച്ചും ഉടമ്പടി ചെയ്ത ആ മശിഹാണ് ഈ കടന്നു പോകുന്നത്. വെറും ഒരു നസ്രേനായ യേശു എന്നൊരു എന്താ പറയുന്ന ആ ജഡത്തിൽ മാത്രമല്ല, അവനിലെ ദൈവികത്വം കണ്ട ഒരു കുരുടനെ കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതുകൊണ്ട് ആ പേരാ വിളിച്ചത്. യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. നസ്രേനായ യേശുവാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞ പുരുഷാരൻ പറഞ്ഞു, നീ മിണ്ടാതിരിക്കെ, യു ഷടപ്പ് എന്ന് പറഞ്ഞു. അവൻ വീണ്ടും ഒച്ചത്തിൽ അധികം നിലവിളിച്ചു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. തനിക്ക് ബോധിച്ച ഒരു പുരുഷൻ, തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ കടന്നു വരാൻ ഇടയായിട്ട് തീർന്നു. തനിക്ക് ബോധിച്ച പുരുഷൻ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പേരിനോട് ചേർത്ത് വെക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. തനിക്ക് ബോധിച്ച പുരുഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ആഫ്റ്റർ ഹിസ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മൈൻഡ് ഉള്ളവൻ, ദൈവത്തിന്റെ ഹിതം വില്ലുള്ളവൻ, ദൈവത്തിന്റെ തോട്ട്സ് ഉള്ളവൻ. അതിന്റെ അർത്ഥം ലബാബ് എന്നുള്ള ആ എബ്രായ പദത്തിന്റെ അർത്ഥം അത് മൈൻഡ്, വില്ല്, തോട്ട്സ്, റിഫ്ലക്ഷൻ, മെമ്മറി, ദൈവത്തിന്റെ ഓർമ്മ, ചിന്തകളുള്ളവൻ, റിഫ്ലക്ഷൻ ഉള്ളവൻ. നമ്മൾ റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമ്മളിരുന്ന് ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് ഓരോ നമ്മൾ ചിന്തിച്ച് നമ്മൾ ഓരോന്നിനെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ റിഫ്ലക്ട് ചെയ്യുന്നത്? ദൈവികമായിട്ടുള്ളതാണോ? അപ്പോൾ നമ്മുടെ മൈൻഡ്, നമ്മുടെ വില്ല്, നമ്മുടെ ചിന്തകള്, നമ്മുടെ ഇൻക്ലിനേഷൻ, നമ്മുടെ മോറൽ ക്യാരക്ടർ, നമ്മുടെ ആപ്പിറ്റൈറ്റ്, ഇതൊക്കെ ദൈവികമാകുമ്പോൾ മാത്രമാണ് ബോധിച്ച പുരുഷനായിട്ട് തീരുന്നത്. ബോധിച്ച പുരുഷൻ, അവൻ ബോധിച്ച പുരുഷനായിരുന്നത് കൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 13:22 പറയുന്നു, അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യും. ദാവീദ് തന്റെ ഹിതമെല്ലാം ചെയ്തു. ശിംശോനെ പോലോ ബാരാക്കിനെ പോലോ അതിന്റെ മുമ്പുള്ള മനുഷ്യരെക്കാളൊക്കെ അതെ ഉയരത്തിൽ നിർത്താനായിട്ട് നമുക്ക് കഴിയും. ആര്? ഈ ദാവീദിനെ. തനിക്ക് തന്റെ ഹിതമെല്ലാം ചെയ്ത് ബോധിച്ച ഒരു പുരുഷനായ ദാവീദ്. കുരുടൻ പോലും നിലവിളിച്ചു. നമുക്ക് പലതും നമ്മുടെ പ്രത്യക്ഷത്തിൽ നമ്മുടെ ഫിസിക്കലിൽ പലതും നമുക്ക് ക്ഷയം ഭവിച്ചതും ഇല്ലാത്തതുമായിരിക്കാം. പക്ഷെ നമ്മുടെ അകത്തെ കണ്ണ് തുറന്നിട്ടുണ്ടോ? ഈ ക്രിസ്തു ആരാണെന്നുള്ള നമ്മുടെ അകത്തൊരു ഉൾവെളിച്ചം ലഭിച്ചിട്ടുണ്ട്. തനിക്ക് ബോധിച്ച ഒരു പുരുഷൻ. മർക്കോസ് 3:13 യേശു തനിക്ക് ബോധിച്ചവരെ തിരഞ്ഞെടുത്തു. യേശു തനിക്ക് ബോധിച്ചവരെ തിരഞ്ഞെടുത്തു. ദാവീദിനെ അന്ന് തിരഞ്ഞെടുത്തു. ഇന്ന് പുതിയ നിയമ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമ്മൾക്ക് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്നത് യേശു കർത്താവ് ശിഷ്യന്മാരെ എങ്ങനെയാ തിരഞ്ഞെടുത്തത്? അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ, ദോസ് ഹു ആർ ഹിസ് ഓൺ ഹാർട്ട്, ദൈവത്തിന്റെ ഹൃദയത്തോട് ഇൻക്ലിനേഷൻ ഉള്ളവരെ, ദൈവത്തിന്റെ ഹൃദയം ചിന്തിക്കാൻ കഴിയുന്നവരെ, ദൈവത്തെ സീക്ക് ചെയ്യാൻ കഴിയുന്നവരെ, ദൈവത്തിന്റെ മോറൽ ക്യാരക്ടർ ഒപ്പിയെടുക്കാൻ കഴിയുന്നവരെ, ദൈവത്തോട് ആപ്പിറ്റൈറ്റ് ഉള്ളവരെ, ദൈവത്തോട് ദാഹമുള്ളവരെ, അപ്രകാരം വരണ്ട നിലമുള്ളത് എവിടെ ഉണ്ടെന്ന് യേശു തെരഞ്ഞു. അങ്ങനെ ബോധിച്ചവരെ അടുക്ക വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. ദൈവത്തിന് ബോധിച്ചവരെന്ത് ചെയ്യണം എന്നറിയാമോ? അവന്റെ അടുത്ത് ചെല്ലണം. ദൂരത്തു നിന്ന് അവനെ അനുഗമിക്കാൻ പോകരുത്. ദൂരത്തുനിന്ന് അനുഗമിച്ചാല് അത് തനിക്ക് ബോധിച്ചവരായിരിക്കത്തില്ല. ഇവരെ വിളിച്ചിട്ട് എന്ത് ചെയ്തു? മർക്കോസ് 3:13 തൊട്ട് ബോധിച്ചവരെ അടുക്ക വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. എന്നിട്ട് പറഞ്ഞു, തന്നോട് കൂടെ ഇരിപ്പാൻ. ആദ്യം യേശു ആഗ്രഹിക്കുന്ന നമ്മളെ കുറിച്ച് എന്താണെന്നറിയാമോ? അവന്റെ കൂടെ ഇരിക്കെ. പിന്നെ മതി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ. തന്നോട് കൂടെ ഇരിപ്പാനും പിന്നെ വരുന്നു പ്രസംഗിക്കാൻ അയക്കേണ്ടതിന് ആ മിഷൻ ഏറ്റെടുക്കണം. ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് മിറക്കിൾസ്, അധികാരമുള്ളവരായിട്ട് അവരെ നിയമിച്ച് അയച്ചു. ബോധിച്ച ശിഷ്യന്മാരെ നിയമിച്ച് അയച്ചു. തനിക്ക് ബോധിച്ച മനുഷ്യനായ ദാവീദിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഇന്നും ദാവീദിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും ദാവീദിനെ കുറിച്ച് തിരുവചനം ഇന്നും വെളിപ്പാട് പുസ്തകം വരെയും അവിടെ ദാവീദ് പുത്രനായ യേശുവിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. മർക്കോസ് സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ ഒരു സ്ത്രീയെ വെങ്കൽ ഭരണി വിലയേറിയ സ്വച്ഛജടമാംസി തൈലവുമായിട്ട് ബഥാനിയിൽ കുഷ്ഠരോഗിയെ ശീമോന്റെ വീട്ടിൽ അവിടെ പന്തിക്കിരിക്കുമ്പോൾ ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ച് എല്ലാവരും നിന്ന് പുറപുറത്തു. ഈ വെറും ചെലവെന്തിനാ? ഷി വാസ് വില്ലിംഗ് ടു പേ എ പ്രൈസ്.
അവളൊരു ചിലവിന് അവൾ തയ്യാറായിരുന്നു. അവൾ അന്ന് വരെ അവൾ സമ്പാദിച്ചു വെച്ചിരുന്നത്, നാളെ അരി വാങ്ങിക്കാനുള്ളത് അവൾ ചെലവാക്കാൻ അവൾ തയ്യാറായിരുന്നു. ശിഷ്യന്മാര് പോലും അവിടെ നിന്ന് യൂദ പറഞ്ഞു, അത് എന്റെ കയ്യിൽ തന്ന, എന്റെ പണക്കിഴിയിലോട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ വല്ലതൊക്കെ ചെയ്യാം. അവിടെ നിന്ന ചിലര് ഈ തൈലത്തിന്റെ വെറും ചിലവെന്തിന് ചിലവാക്കി വന്നവളെ നമുക്കിവിടെ യേശുവിന്റെ പാദത്തിൽ കാണാം. ചിലവാക്കി വന്നവളെ ബോധിച്ചവര് അവന്റെ പാദത്തിലിരിക്കും, ബോധിച്ചവർ അവന്റെ അടുക്കലിരിക്കും, ബോധിച്ചവർ അവൻ നിയമിച്ചയക്കുമ്പോൾ പോകും, ബോധിച്ചവര് ക്രിസ്തുവിനെ പ്രസംഗിക്കും. അവിടെ അവര് പറയുന്ന ഇത് 300-ലധികം വെള്ളിക്കാശ് ഇട്ടുക, അതിനവര് വിലയിട്ട് കേട്ടോ. അവിടെ അവരവരുടെ ഒരു പ്രൈസ് ടാഗ് ഇട്ടു. അവിടെ കൂടിയിരുന്നവര് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞ് ഉള്ളിലുള്ളവരെല്ലാം അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഉള്ളിൽ നീരസപ്പെട്ടു. അവരുടെ ഉള്ളിൽ അവരൊക്കെ നീരസപ്പെട്ടു ഇത് കണ്ടിട്ട്. അവള് പക്ഷെങ്കില് മുഴുവനായിട്ട് അവളുടെ ജീവിതം മുഴുവനായിട്ട് യേശുവിന്റെ തലയില് ആ സ്വച്ഛ ജഡമാംസി തൈലം ഒഴിച്ച് തന്റെ ജീവിതത്തെ ഒഴിച്ചത്, തന്റെ ഹൃദയത്തെ ഒഴിച്ച്, തന്റെ ആഗ്രഹത്തെ എല്ലാം ഒഴിച്ച്, തന്റെ സ്വപ്നങ്ങളെ ഒഴിച്ചത്. യേശു പറഞ്ഞു, അവളെ വിടുവീൻ, അവളെ അസഹ്യപ്പെടുത്തരുത്, അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കലുണ്ടോ? ദരിദ്രരെ സഹായിക്കാനുള്ള വലിയ വലിയ ആഗ്രഹത്തിലാണോ പറയുന്നത്? ഒരിക്കലുമല്ല. അതൊന്നുമല്ല ഇവരുടെ ഉള്ളിലെ ആഗ്രഹം. അവരുടെ ഉള്ളിലെ ആഗ്രഹം, അവരുടെ ഉള്ളിലെ കണ്ണിങ്നെസ് മനസ്സിലാക്കി യേശു പറഞ്ഞത്, ഇച്ഛിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് അവർക്ക് നന്മ ചെയ്യാൻ കഴിയുമല്ലോ, ഞാനും എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുകയില്ല. അവൾ തന്നാൽ ആവത് ചെയ്തു. നമ്മളാൽ ആവത് ചെയ്യാനേ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുള്ളൂ. ദാവീദ് തന്നാൽ ആവത് ചെയ്തു. ദാവീദിന്റെ രാജസ്ഥാനത്തിരുന്ന് ദാവീദിന് പലതും ചെയ്യാൻ കഴിയുമായിരുന്നായിരിക്കും. ദാവീദിന് ഇങ്ങേറ്റം ദൈവാലയം പണിയണമെന്ന് ദാവീദിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞു വേണ്ട. ദാവീദിന് പ്രാപ്തി ഇല്ലാഞ്ഞിട്ടാണോ? ദാവീദിന് അതിനുള്ള ആസ്തി ഇല്ലാഞ്ഞിട്ടാണോ? ദാവീദിന് സ്വർണവും വെള്ളി ഇല്ലാഞ്ഞിട്ടാണോ? ദൈവം പറഞ്ഞു വേണ്ട. ഇവിടെ ഒരു സ്ത്രീയെ പറഞ്ഞു തന്നാലാവത് അവൾ ചെയ്തു. നിങ്ങൾക്കൊക്കെ ഒരു പക്ഷെങ്കിൽ അത് കുറച്ചിലായിരിക്കാം, ചിലർക്ക് അത് ഒത്തിരി ആയിരിക്കാം, ചിലർ അതിനൊക്കെ വിലയിട്ടായിരിക്കാം, ചിലർ ആ പണം വേറെ വല്ലയിടത്തും ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കിട്ടിയേനേമല്ലോ എന്ന് പറയാം, ഫൈനാൻസ് കമ്പനിയിലോട്ട് കൊടുത്തിരുന്നെങ്കിൽ പലതും പലർക്ക് പറയാൻ കാണും. പക്ഷെങ്കിൽ അവൾക്കിന്ന് അവൾക്കുള്ളതെല്ലാം കൊണ്ട് ഒഴിക്കാനായിട്ട് ആരുള്ളത്? കർത്താവ് യേശു ക്രിസ്തു. കല്ലറയിലെ അടക്കത്തിനായിട്ട് എന്റെ ദേഹത്തിന് മുൻപ് കൂട്ടി അവള് തൈലം തേച്ചു. അതെ, ഒരു നിക്കോദെമസും അരിമത്യക്കാരനായ ജോസഫും അവര് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ മേൽ സുഗന്ധ തൈലം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ അതേ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കല്ലറയിലെ അടക്കത്തിനായിട്ട് മുൻപ് കൂട്ടി തൈലം തേച്ച് ചിലവ് ചെയ്ത ഒരു സ്ത്രീയാണ് നമ്മളിവിടെ കാണുന്നത്. ആ സ്ത്രീയെ കുറിച്ച് യേശു പറഞ്ഞ വാക്ക് എന്നെ ഒത്തിരി ആകർഷിക്കും. എപ്പോഴും ആ ഭാഗം ഞാൻ വായിക്കും. സുവിശേഷം ലോകത്തിലൊക്കെ പ്രസംഗിക്കുന്നിടത്ത് അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായിട്ട് പ്രസ്താവിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിന് വേണ്ടിയിട്ട് വില കൊടുക്കാൻ തയ്യാറായെങ്കിൽ അതേ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായിട്ട് പ്രസ്താവിക്കും. ഇന്ന് ദാവീദിനെ കുറിച്ചും ആ ബോധിച്ച മനുഷ്യൻ തന്റെ ഹിതമെല്ലാം ചെയ്ത് ദാവീദിനെ കുറിച്ച് പൗലോസ് പറഞ്ഞു, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ച മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ആ ക്രിസ്തുവിനെ പ്രസംഗിക്കാനുള്ള അപ്പോസ്തോലത്വമാണ് ഞാൻ പ്രാപിച്ചിരിക്കുന്നത്. ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവൻ. 2 തിമോഥെയോസ് 2:8-9 വായിക്കുന്നു, ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. തനിക്ക് ബോധിച്ച മനുഷ്യൻ. ഒരു ചെറുക്കൻ പെണ്ണിനെ കാണാൻ വരുമ്പോ പണ്ടുള്ള കാലത്ത് പറയുന്നു, പെണ്ണിനെ ബോധിച്ചോ? ഇന്ന് നമ്മളെ കാണുമ്പോൾ യേശുവിന് ബോധിക്കട്ടെ, സ്വർഗത്തിലെ ദൈവത്തിന് ബോധിക്കട്ടെ, അവന്റെ ഹിതം ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ദാവീദ് എബ്രായ ലേഖനത്തിലെ വിശ്വാസികളുടെ വീരന്മാരുടെ പട്ടികയിൽ കടന്നു വന്നെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ വെച്ചാൽ നമ്മളും ഈ പട്ടികയിൽ കടന്നു വരാൻ ദൈവം നമ്മളെ സഹായിക്കും. ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ ചെലവാക്കാം. ബി സ്പെൻഡ് ഫോർ ദ ലോർഡ്. ഇതാകുന്നു എന്റെ സുവിശേഷം. ദാവീദിന്റെ സന്തതിയെ ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ധാരാളമാണ്.